Okay, so good evening and welcome back. നമ്മൾ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ കോഴ്സിന്റെ അവസാന ഭാഗത്തേക്ക് നീങ്ങുകയാണ്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് 9ാമത്തെ മോഡ്യൂളാണ്. അടുത്ത ആഴ്ചയോടുകൂടി നമുക്ക് സെഷൻ തീരും. നമ്മൾ ഓൾമോസ്റ്റ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ മേജർ സെഷൻസ് എല്ലാം തന്നെ പറഞ്ഞു. ഇനി നമുക്ക് പിന്നെ ഇന്ന് നമ്മൾ ബ്രെയിൻ വേവ്സിനെ കുറിച്ചും അടുത്തൊരു സെഷനിൽ നമുക്ക് പൂർണ്ണറിത തെറാപ്പിയും ഇങ്ങനെ 2 സെഷൻസ് ആണ് നമ്മൾ ബാക്കിയുള്ളത്. ഇതിനോടൊപ്പം നമ്മൾ വളരെ കൃത്യമായി തന്നെ 8 മോഡ്യൂളുകളിലായിട്ട് എന്താണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസം, എന്തൊക്കെയാണ് ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ ടെക്നിക്സ്, എന്തൊക്കെ തെറാപ്പികൾ നമുക്ക് സെൽഫ് ഇംപ്രൂവ്മെന്റിന് വേണ്ടി ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എങ്ങനെ അത് പ്രയോജനപ്പെടുത്താൻ പറ്റും, അതിൻ്റെ ഒത്തിരി ടെക്നിക്സ് നമ്മൾ പരിശീലിച്ചു. ഈവൻ നമ്മൾ സെൽഫ് ഹിപ്നോസിന്റെ പാർട്ട് വരെ നമ്മൾ ചെയ്തു. നിങ്ങൾ നിങ്ങളുടേതായ വോയിസിൽ ഒരു സെൽഫ് ഹിപ്നോസിസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ഒരു മോഡൽ ഞാൻ തന്നിരുന്നു. എപ്പോഴും നമ്മളെ വോയിസിൽ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് 2-3 ഗുണങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ വോയിസ് നമുക്ക് കുറച്ചുകൂടി സുപരിചിതമാണ്. അത് നമ്മൾ ഗുഡ് ഈവനിങ് നമ്മൾ പിന്നെ ആ വോയിസ് നമ്മൾ ആവർത്തിച്ച് കേൾക്കുന്ന സമയത്ത് പിന്നീട് നമ്മൾ കുറച്ചുകൂടി എന്ത് പറയുമ്പോഴും ഈ ഒരു ഈ ഒരു വോയിസ് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ വോയിസ് തന്നെ ഒരു സെൽഫ് ഹിപ്നോസിന്റെ തരത്തിൽ നമ്മൾ കൊടുക്കുന്ന അഫർമേഷനും മറ്റും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളത് അതിന്റെ ഒന്നാമത്തെ ഗുണമാണ്. രണ്ട്, നമുക്ക് നമ്മുടെ വോയിസിൽ തന്നെ പറയുന്ന സമയത്ത് നമ്മുടെ വോയിസ് പലപ്പോഴും എന്താന്ന് പറഞ്ഞാൽ നമ്മൾ തെറപ്പി ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നന്നായിട്ട് പ്രയോജനപ്പെടുത്തുന്നതാണ്. അത് നമുക്കും പ്രയോജനപ്പെടുത്താൻ പറ്റും എന്നുള്ളത് അതിന്റെ രണ്ടാമത്തെ ഒരു ഗുണമാണ്. മൂന്ന്, നമ്മുടെ വോയിസിൽ തന്നെ ആവുന്ന സമയത്ത് എപ്പോൾ വേണമെങ്കിലും നമുക്കത് ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത്. വേറൊരാളുടെ വോയിസ് ആവുമ്പോൾ പിന്നെ അയാളോട് പറയണം, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലാവണം എന്നില്ല. നമുക്ക് വേണമെങ്കിൽ അതിലെ സജഷൻസ് ഒക്കെ എപ്പോഴും മാറ്റിയിട്ട് നമുക്ക് ചെയ്യാം. ഇന്നത്തെ കാലത്ത് അതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. ഒരു ബേസിക് സ്ട്രക്ചർ ഉണ്ടാക്കി നമ്മളൊരു പിന്നെ വീഡിയോ എഡിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ലാസ്റ്റ് പാർട്ട് അതിനോട് പിന്നെ ആഡ് ചെയ്താൽ മതിയോ. ഇങ്ങനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റും. അങ്ങനെ ആരെങ്കിലും ചെയ്തോ, നിങ്ങൾ ഒരു സെൽഫ് ഹിപ്നോസിന്റെ സ്വന്തമായിട്ട് ചെയ്ത് നോക്കിയോ? ഒന്ന്. ഇനി നിങ്ങൾ തെറപ്പി ചെയ്യുന്ന ആളുകൾക്കും നിങ്ങളുടെ വോയിസിലുള്ള കാരണം നിങ്ങളുടെ വോയിസ് ആയിരിക്കുമല്ലോ അവർക്ക് പരിചയം ഉണ്ടാവുക. സ്ഥിരമായിട്ട് കേൾക്കുന്നത് നിങ്ങളുടെ വോയിസ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ക്ലാസ് എടുക്കുന്നവർക്കോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ നിങ്ങളുടെ വോയിസിൽ ഒരു സെൽഫ് ഹിപ്നോസിന്റെ സംഗതി കൊടുത്തു കഴിഞ്ഞാൽ ആ വോയിസ് അവർക്ക് സുപരിചിതമായതുകൊണ്ട് ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിലുള്ള എല്ലാവർക്കും ഒരു സെൽഫ് ഹിപ്നോസിസ് ഓഡിയോ സെറ്റ് ചെയ്യാൻ പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷെ ഒരു ക്ലയന്റിന് അല്ലെങ്കിൽ ഒരു സാധാരണ ആൾക്ക് അത് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റണം എന്നില്ല. അപ്പൊ അത് നിങ്ങളുടെ വോയിസിൽ കൊടുക്കുകയാണെങ്കിൽ ഒന്ന്, നിങ്ങൾ അവരെ എപ്പോഴും ഓർക്കും എന്നുള്ളതാണ്. കാരണം ഈ വോയിസ് കേൾക്കുമ്പോൾ ഒക്കെ നിങ്ങൾ അവരുടെ ഓർമ്മയിലേക്ക് വരും. രണ്ട്, നിങ്ങളുടെ വോയിസ് അവർക്ക് കുറച്ചുകൂടി സൂത്തിങ് ആയിരിക്കും, കുറച്ചുകൂടി അവർക്ക് കംഫർട്ടബിൾ ആയിരിക്കും. കാരണം അവർ സ്ഥിരമായിട്ട് കേൾക്കുന്നതാണ് എന്നുള്ള നിലക്ക്. അപ്പൊ അത് ഒരു രീതിയാണ്. പിന്നെ നമ്മൾ മൈൻഡ്ഫുൾനെസ്സിന്റെ രീതികൾ, CBT ടെക്നിക്കുകൾ, ഇങ്ങനെ കുറേ ടെക്നിക്കുകൾ ഇതിന്റെ ഭാഗമായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. നമുക്കത് തെറപ്പിയായിട്ടും ഉപയോഗിക്കാം, സെൽഫായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതെല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്നുള്ളതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. കാരണം ഇന്റഗ്രൽ ഓപ്റ്റിമിസം എന്ന് പറയുന്നത് ആ രീതിയിൽ പ്രയോജനപ്പെടുത്തേണ്ട ടെക്നിക്കുകളാണ് അതിലുള്ളത്. ഇനി ഇന്നത്തെ ഒരു സെഷനിലേക്ക് പോകുന്നതിന്റെ തൊട്ട് മുമ്പ് നമുക്ക് ആസ് യൂഷ്വൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്, ചോദിക്കാനുള്ളത്, ഷെയർ ചെയ്യാനുള്ളത്, അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അതിലേക്കൊന്ന് പോവാം. പിന്നെ പറ്റാവുന്ന ആളുകൾ ആസ് യൂഷ്വൽ വീഡിയോയിൽ വരും. മോമൻജി, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. കഴിഞ്ഞ ആഴ്ച എനിക്ക് കയറാൻ പറ്റിയില്ല. കഴിഞ്ഞ ആഴ്ച നിങ്ങൾ പൊളിക്കല്ലായിരുന്നോ നിങ്ങള്? ആ. ഓക്കെ. അപ്പോ എനിക്ക് ഞാൻ ഇന്ന് ആ വീഡിയോ മുഴുവൻ കേട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ആ ഗ്രൂപ്പിൽ ആ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു, ആ മിറർ ന്യൂറോൺസിന്റെ കാര്യത്തില്. അത് എനിക്ക് സത്യത്തില് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് എനിക്ക് ഇപ്പൊ പോലും എനിക്കത് 100% വിശ്വസിക്കാൻ പറ്റണില്ല എന്നുള്ളതാണ് അതിന്റെ സത്യം. യെസ്. പക്ഷെ എനിക്ക് എന്നിട്ട് നാണൊക്കെ ആയി. ഛേ, ഞാൻ എന്താ ഇങ്ങനെ അങ്ങനെ ഓക്കെ. ആയിപ്പോയി എനിക്ക്.
അപ്പൊ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചാൽ ഈ കഴിഞ്ഞ ആഴ്ചത്തെ മോഡ്യൂളിൽ എനിക്ക് അടുത്ത രണ്ട് എൻ്റെ ഫ്രീ തെറപ്പി സെഷനിൽ കൊടുക്കാനുള്ള ടോപ്പിക്സ് എനിക്ക് കിട്ടി. അപ്പൊ Yeah, അതിന് താങ്ക് യു വെരി മച്ച്. yeah. അതിലൊന്നാണ് എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ ആ ടൂളില്ലേ, ഡയഗ്നോസ്റ്റിക് ടൂൾ Yeah. TMFS എന്ന് പറഞ്ഞ ആ, ടി അത് എം അത് കൊടുക്കാം. അത് നല്ല യൂസ്ഫുൾ ആയിരിക്കും എല്ലാവർക്കും, കാരണം എല്ലാവർക്കും ഈ പ്രശ്നം ഉണ്ടാവും എന്നുള്ളത് ഒരു സംശയമില്ല. അതാണ് ഒന്ന്. പിന്നെ നമ്മളുടെ ഈ ന്യൂറൽ പാത്വേ ഉണ്ടാവുന്നത്, അത് ആ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവുമോ? ഏതാണ്? നമ്മളുടെ ന്യൂറൽ പാത്വേയുടെ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ ക്ലാസ്സിന്റെ അത് ഇടയിൽ? ചെയ്യാം, ചെയ്യാം, അത് ചെയ്യാം, അത് അതൊന്ന് ചെയ്യാം. അത് എനിക്ക് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി, അവരും ഇത് ഓക്കെ, കണ്ട് ഓക്കെ. മനസ്സിലാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. ആ, ചെയ്യാം, അത് ചെയ്യാം. ബുദ്ധിമുട്ടാവില്ല അച്ഛ, നമ്മൾ ഒന്ന് അത് അത് തന്നാ നല്ലതായിരുന്നു. അത് ചെയ്യാം. ആ, ഓക്കെ. പിന്നെ നമ്മളുടെ സെൽഫ് ഹിപ്നോസിസ് ചെയ്തിട്ടില്ല, സത്യത്തിൽ സമയം കിട്ടിയിട്ടില്ല, അതായിരുന്നു ഒരു കാര്യം. ഓക്കെ. ആം, ഒരു ചെറിയ ഇതില് അത് വിട്ടുപോയിട്ടുണ്ട്. രണ്ട് റീസൺസ് ആണ്. ഞാനന്ന് പറഞ്ഞിരുന്നു, പക്ഷെ അത് ആ, എംഫസൈസ് ചെയ്തിട്ടില്ല ഞാനും. നിങ്ങൾ ചെയ്യണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഉം. ആ. പിന്നെ ഇനിയൊരു കാര്യം എന്താന്ന് വെച്ചാല്, ഈ ഇപ്പൊ ഉള്ള ആൾക്കാർക്ക് എനിക്ക് തോന്നുന്നത് ഭയങ്കര മടിയാന്ന് തോന്നുന്നു. ഇപ്പൊ ഈ പുതിയതായിട്ട് ഈ കാര്യങ്ങളിലേക്കൊക്കെ വരുന്ന ആൾക്കാർക്ക് എന്താണ്, എന്തെങ്കിലും നമ്മളോട് ചോദിച്ചിട്ട് നമ്മൾ അത് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ അത് യൂസ് ചെയ്യും. എനിക്ക് വിരോധം ഉണ്ടായിട്ടല്ല, ഒട്ടും വിരോധമില്ല. പക്ഷേ മാമിന്റെ വോയിസ് ഭയങ്കര സൂതിങ്ങാ, പക്ഷെ എൻ്റെത് അങ്ങനെയല്ല. അതുകൊണ്ട് മാമിന്റെയാണ് ഞാൻ യൂസ് ചെയ്യുന്ന റിലാക്സേഷൻ ടെക്നിക്ക്. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ക്ലയന്റ് അല്ലേ, അപ്പൊ നിങ്ങളുടെ വോയിസ് അല്ലേ അവർക്ക് വേണ്ടത്, കാരണം നിങ്ങളുടെ റാപ്പോ ബിൽഡിങ്ങിന്റെയും കൂടി ഭാഗമാണത്. Yeah. അല്ലാതെ ഞാൻ എന്ന് പറയുന്ന ടോട്ടൽ ഔട്ട്സൈഡർ അല്ലേ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല മോമജി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാരിപ്പോ. അതില് ഒറ്റ കാര്യം അവിടെ ആഡ് ചെയ്തോട്ടെ, നമ്മളതിൽ ബേജാറാവണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് മാർക്കറ്റ് ചെയ്യപ്പെടുകയല്ലേ. സ്വാഭാവികമായിട്ട് അവര് ചോദിക്കേണ്ടത് ഇത് ആരുടെ വോയിസ് ആണ്, ആരാണ് ഇത് ചെയ്തത്. അത് നമ്മളതിൽ ഇതാവേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അല്ല, എന്താന്ന് വെച്ചാൽ എനിക്കതിൽ വിഷമം ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറയുന്നത്, വൈ ഡോണ്ട് ദേ ജസ്റ്റ് മേക്ക് എൻ എഫർട്ട്? ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പിന്നെ നമ്മളും പഠിക്കണ്ടേ സൂതിങ് ആയിട്ടുള്ള ഒരു വോയിസിൽ സംസാരിക്കാൻ? ആസ് എ തെറപ്പിസ്റ്റ് അല്ലെങ്കിൽ ആസ് എ സൈക്കോളജിസ്റ്റ് യു ഹാവ് ടു ലേൺ അല്ലേ? അപ്പോൾ ആ ഒരു എഫർട്ട് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നില്ല എന്ന് ആലോചിച്ചപ്പോൾ ഐ ഫെൽറ്റ് ലിറ്റിൽ ബാഡ്. പ്രൗഡൊക്കെ ആയി അവർ എൻ്റെതാണ് യൂസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഒരു പോസിറ്റീവ് സ്ട്രോക്ക് അല്ലേ, ഇരിക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ എന്നാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ആലോചിച്ചപ്പോൾ എനിക്ക് ഇത്തിരി വിഷമവും തോന്നി. എന്താ ചെയ്യാ? പിന്നെ അങ്ങനെ ഇപ്പൊ മനുഷ്യന്റെ ഒരു ഇത്രയും. പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളെപ്പോഴും മറ്റുള്ളവരുടെ ഈവൻ നമ്മൾ അറിയാലോ, ഇപ്പൊ നമ്മള് പിന്നെ ഒരുപാട് ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്ന PPT പോലും നോക്കിക്കഴിഞ്ഞാല് ചിലപ്പം അവസാനം അത് അയച്ചു കൊടുത്ത ആളുടെ പേര് പോലും മാറ്റാൻ മറന്നു പോയിട്ട് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. കാരണം പിന്നെ അത്രയും എന്താന്ന് പറഞ്ഞാൽ വർക്ക് മടി. ചെയ്യാൻ ആളുകൾ തയ്യാറല്ല. ഒന്നിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന് എന്താന്ന് പറഞ്ഞാൽ ഇതില് കുറച്ച് പാഷൻ ഉണ്ടെങ്കിലേ ഇത് ചെയ്യുള്ളൂ. പാഷൻ കോഷ്യന്റ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. നമുക്ക് അത് ഉണ്ടെങ്കിൽ നമ്മൾ അറിയാതെ നമ്മൾ ചെയ്തു പോകും. രണ്ടാമത് കോൺഫിഡൻസ്. നമ്മൾ തെറപ്പിസ്റ്റ് ആണെങ്കിലും ശരി, നമ്മൾ ട്രെയിനർ ആണെങ്കിലും ശരി, നമ്മളുടെ ഒരു കോൺഫിഡൻസ് ലെവൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ കോൺഫിഡൻസ് ഉണ്ടാവണമെങ്കിൽ മൂന്ന് കാര്യം വേണം. ഒന്ന്, അതിനെപ്പറ്റി നല്ല അറിവുണ്ടാവണം. രണ്ട്, നമുക്ക് അത് പിന്നെ നമുക്ക് ഡൈജസ്റ്റ് ചെയ്തിരിക്കണം, നമ്മളിൽ അത് ഉപയോഗിച്ചിരിക്കണം. മൂന്നാമത്തെ കാര്യം, നമുക്കത് ഉപയോഗിച്ചിട്ട് അതിൽ പോരായ്മകളോ കുറവുകളോ ഉണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സുണ്ടാവും. ഈ മൂന്ന് സംഗതി ഉണ്ടെങ്കിലേ ഒരാൾക്ക് ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ആളുകൾ ചെയ്യാത്തത്. ഇപ്പൊ അയ്യോ, ഞാൻ എൻ്റെ വോയിസ് എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ, ഞാൻ പറഞ്ഞൊരു വാക്ക് തെറ്റിപ്പോയാൽ ഞാൻ മോശമാവില്ലേ? എനിക്ക് തെറ്റിക്കാം, കാരണം എന്നെ കേൾക്കുന്ന ആളുകൾക്ക് എന്നെ തിരുത്താനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അല്ലെങ്കിൽ ഞാനൊരു ഹ്യൂമൻ ബീയിങ് ആണ്, എനിക്കിതൊക്കെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് ഇങ്ങനെയുള്ള ഒരു സംഗതിയിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എന്ത് ചെയ്യണം, അങ്ങനെ ആ ഒരു പാഷനും കാര്യങ്ങളൊക്കെ വേണം. ഏത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും അത് നമ്മൾ ഈ പാഷനുള്ള ആളുകളാണ് ടൈമും മണിയും അതേപോലെ തന്നെ നമ്മുടെ സ്പേസും ഒക്കെ കൊടുക്കുക. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ കഴിഞ്ഞ മോഡ്യൂള് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മോഡ്യൂൾ ആവണത്, നമ്മൾ ശരിക്ക് ടൈം കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ ഫോക്കസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, പണം ചെലവഴിക്കണം എന്നുണ്ടെങ്കിൽ സ്പേസ്. പണം ചെലവഴിക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പൈസ ഉള്ളവർ പലതിലും പണം സ്പെൻഡ് ചെയ്യും. പക്ഷെ ബാക്കി മൂന്നെണ്ണം
അത് പാഷനും കൂടി ഉണ്ടെങ്കിലേ കൊടുക്കാൻ പറ്റും. അവിടെയാണ് ഈ ഒരു പ്രശ്നം വരുന്നത്. പലപ്പോഴും ആളുകൾ ഒരു ഒഴുക്കിനനുസരിച്ച് ചെയ്തു പോകുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഈ സംഗതികൾ കൊടുക്കണമെങ്കിൽ നമുക്കൊരല്പം അത് പാഷനേറ്റ് ആയിരിക്കണം. അപ്പം അതിൽ ബേജാറാവൊന്നും വേണ്ട. നമ്മളെപ്പോഴും ഞാൻ പറയുന്ന ഒരു സംഗതി 10-20% നമ്മൾ എന്ത് കൊടുത്താലും അത് ഉപയോഗിക്കുന്ന ആളുകൾ 10-20% ആയിരിക്കും. ബാക്കി വരുന്നവർ നമ്മൾ ആ ഒരു ഒഴുക്കിൽ അങ്ങനെ അതങ്ങ് പോവും. പക്ഷെ അവർക്ക് പേഴ്സണൽ ചേഞ്ചസ് ഒക്കെ കുറച്ചുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരം കേൾക്കുകയും കാണുകയും ചെയ്യുന്ന അതിൻ്റെ അപ്പുറത്തേക്ക് വരണമെങ്കിൽ നമ്മൾ ടൈമും അതേപോലെ തന്നെ പണവും സ്പേസും ഫോക്കസും ഒക്കെ കൊടുത്തിട്ട് നമ്മൾ അതിൽ സ്പെൻഡ് ചെയ്യണം. അങ്ങനെ വരുമ്പോഴാണ് ഓത്തൻറ്റിസിറ്റി ഉണ്ടാവുക. നമുക്ക് ഓത്തൻറ്റിസിറ്റി ഉണ്ടാവുക. അപ്പം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് നിങ്ങളോട് പറയാറുണ്ട്, എൻ്റെ PPT നിങ്ങൾക്ക് ഇടുന്നു ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണിയെടുത്തുണ്ടാക്കുന്നതാണത്. കാരണം ഞാൻ പല പുസ്തകങ്ങൾ വായിച്ച് പലപ്പോഴും പലരുടെയും ആശയങ്ങൾ അതിലുണ്ടാവും. പക്ഷെ അത് വർക്ക് ചെയ്യുന്നത് ഞാനായിരിക്കും. അത് കാരണം എന്താ വെച്ചാൽ എനിക്ക് അങ്ങനെ ചെയ്താലേ എനിക്ക് എന്നെ പറ്റി ഒരു സെൽഫ് എസ്റ്റീം തോന്നുള്ളൂ. ഇല്ലെങ്കിൽ വേറൊരാളത് എടുക്കുമ്പോൾ എനിക്ക് ആ ഒരു സുഖം കിട്ടില്ല. റൈറ്റ്. താങ്ക് യു മാമജി. താങ്ക് യു സോ മച്ച്. സാർ, ആ കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ് പറയാതിരിക്കാൻ പറ്റില്ല, അത്രയും ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. കാരണം നമ്മൾ എവിടെ ചെന്നിരുന്നാലും അതിലൊരു പോയിന്റ് പറയാനുള്ളത് പോലെ ഒരു അവസ്ഥയായിരുന്നു എനിക്ക്. ഉം. പ്രത്യേകിച്ചും ഫൈനലി സാറ് പറഞ്ഞ ഈ പോയിന്റ്സ്, നമ്മളെ ടൈം ഫോക്കസ്, ഇപ്പൊ ഈ ഫൈനൽ എക്സാമിന് ഇരിക്കുന്ന കുട്ടികൾക്ക് ആൻസൈറ്റി ഒക്കെ ആയിട്ട് വരുമ്പോൾ ബോർഡ് എക്സാം ഫേസ് ചെയ്യുന്ന കുട്ടികളോട് ഇപ്പൊ ഞാനത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നവരോടൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലാണുള്ളത്. ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ ഇത് 4 നിങ്ങൾ സെറ്റ് ചെയ്യണം. അതേപോലെ മാം നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് PPTക്ക് ഇപ്പം ഗാമ പോലെയുള്ള ആപ്പുകള് നമ്മൾ കൊടുക്കുന്നതിന് PPT ഉണ്ടാക്കി തരുന്നുണ്ട്. ആദ്യമൊക്കെ ഗാമ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഗാമ ഉണ്ടാക്കി തരുന്നത് നമ്മൾ യൂസ് ചെയ്യണമായിരുന്നു. ഇപ്പൊ നമ്മൾ ഡാറ്റ കൊടുത്താല് അതിന് നല്ല AI ഒക്കെ വെച്ച് പിക്ചർ ഒക്കെ വെച്ചിട്ട് ഗാമ തരുന്നുണ്ടല്ലോ. അപ്പം അതും യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. Yes. ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ അതും യൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ റീസെന്റ് നമ്മളെ കേരളത്തിൽ ചെന്നപ്പോ ഒരു ബുക്ക് കണ്ടുപെട്ടു, വിൻ യുവർ ഇന്നർ ബാറ്റിൽസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക്. സാറ് കേട്ടിട്ടുണ്ട്? ഏതാണ്? വിൻ യുവർ ഇന്നർ ബാറ്റിൽ. ആ ഒരു ഭയങ്കര രസകരമായ ഒരു ബുക്ക്. അതായത് അവനവന്റെ എനിമി ഫിയർ, ആൻസൈറ്റി ആൻഡ് സ്ട്രെസ് ആണെന്നാണ് പറയുന്നത്. അതിൽ ഓരോന്നിനെ എടുത്ത് ഇങ്ങനെ പറയാണ്. ഈ പറഞ്ഞ സാർ ഇപ്പൊ പറഞ്ഞ ഫിയർ ഉണ്ടാവുന്നതും അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യാമെന്നും അതിന്റെ സ്ട്രാറ്റജീസ് ഒക്കെ. ഒരു കുഞ്ഞു ബുക്ക്, അധിക പേജസ് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു ബുക്ക്. നമ്മളെ പോലെ ഒരു ലേണിംഗ് ഗ്രൂപ്പിൽ എനിക്ക് തോന്നുന്നു യൂസ്ഫുൾ ആയിരിക്കും. Yeah. കുഞ്ഞു കുഞ്ഞു ചാപ്റ്റേഴ്സ് ആയിട്ടുള്ള ഒരു ബുക്ക്. അത്ര ഇങ്ങനെ ഇരുന്ന് ഹെക്ടിക് ആയിട്ട് തോന്നുന്നൊന്നുമില്ല വായിക്കാൻ. ആരാ ഓതർ? ഓഥർ വരുന്നത് ഇതുപോലെ ഇരിക്കും ബുക്ക് കണ്ടാല്. അതിന്റെ ഫസ്റ്റ് പേജ് ഒന്ന് ഗ്രൂപ്പിലിട്ടോ, പിന്നെ എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. ആ കവർ പേജ് അതെ, ഇടാം. ചട്ടം ഒന്ന് ഇട്ടാ മതിയല്ലോ. ഒരു 130 പേജേ ഉള്ളൂ ബുക്കില്. വലിയൊരു ടഫൊന്നും ഇല്ല, ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോവാം. സിമ്പിൾ ആയിട്ട് ഒരു കുട്ടികൾക്ക് വരെ മനസ്സിലാവുന്ന രീതിക്ക് എഴുതി വെച്ചൊരു ബുക്ക്. അടിപൊളിയായിട്ട് തോന്നി. അതെന്റെ മോള, അവള് അത്യാവശ്യം റീഡ് ചെയ്യും. എന്താ പറഞ്ഞ? ഞാനാണ് കണ്ടുപിടിച്ചു വിട്ടത്. വെരി ഗുഡ്. ഓക്കെ, മറ്റാർക്കെങ്കിലും എന്തെങ്കിലും? ഓക്കെ, നമുക്ക് അങ്ങനെയെങ്കിൽ ഇന്നത്തെ സെഷനിലേക്ക് പോകാം. താങ്ക് യു ഫോർ ദ ഷെയറിങ്സ്. സോ വെൽക്കം ബാക്ക് അഗെയിൻ. നമ്മൾ 10 ദിവസത്തെ ഇന്റഗ്രൽ ഓപ്റ്റിമിസത്തിന്റെ 9ാമത്തെ ദിവസത്തിലേക്കാണ് പോകുന്നത്. 9ാമത്തെ മോഡ്യൂളിൽ നമ്മൾ നോക്കുന്നത് ബ്രെയിൻ വേവ്സ്. നമ്മുടെ നിങ്ങൾക്ക് പരിചയമുള്ളതായിരിക്കും ഒരുപാട്. പക്ഷെ ഇത് നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്ക് ട്രെയിൻ ചെയ്യാൻ പറ്റും നമ്മുടെ ബ്രെയിൻ വേവ്സിനെ എന്നുള്ളതാണ്.
അത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ ബ്യൂട്ടിഫുൾ ആയ ഒരു അറിവായിരുന്നു അത്. കാരണം നമുക്ക് ബ്രെയിൻ വേവ്സ് ഉണ്ട് എന്നറിയാം. നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ നമുക്കൊരു ബ്രെയിൻ വേവ്സ് ഉണ്ട്, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ബ്രെയിൻ വേവ്സ് ഉണ്ട്. ഇതിനെ നമുക്ക് ട്രെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളത് വലിയൊരു സംഗതിയായിരുന്നു. കാരണം പ്രത്യേകിച്ചും നമുക്ക് തെറപ്പി ചെയ്യുന്ന സമയത്തും സെൽഫ് ഹെൽപ്പിലൊക്കെ തന്നെ നമ്മുടെ ബ്രെയിൻ വേവുകളെ നമുക്ക് ഒന്നുകൂടി പിന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് കുറേ കൂടി ഹെൽപ്ഫുൾ ആവും തോന്നിയത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മോഡ്യൂൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ പുസ്തകം ഒന്ന് നോക്കാം. ബ്രെയിൻ പവർ എന്നുള്ള ഇംപ്രൂവ് യുവർ മൈൻഡ് ആസ് യു ഏജ് എന്നുള്ളതാണ്. നമ്മൾ ഇതിന്റെ ടൈറ്റിൽ തന്നെ, സബ് ടൈറ്റിൽ തന്നെ വളരെ രസമാണ്. നിങ്ങൾ വയസ്സാവും തോറും മനസ്സ് കൂടുതലും മെച്ചപ്പെടുത്താന്നുള്ളതാണ്. അതാണ് ഈ പുസ്തകം എന്നെ ആകർഷിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത്. ഈ നമ്മൾ സാധാരണഗതിയിൽ പ്രായമാവും തോറും പണ്ടേ കേട്ടിട്ടുള്ളത് നമുക്ക് എല്ലാത്തിൻ്റെയും പിന്നെ പവർ കൂടി വരും, കുറഞ്ഞു വരും എന്നുള്ള, ഓർമ്മ കുറയും, ഇത് കുറയും. പക്ഷെ ഈ പുസ്തകം വായിച്ച സമയത്ത് അല്ലെങ്കിൽ ഈ പുസ്തകം നോക്കിയ സമയത്ത് കണ്ടിട്ടുള്ള ഇംപ്രൂവ് യുവർ മൈൻഡ് ആസ് യു ഏജ് എന്നുള്ള, നമ്മൾ മുന്നോട്ട് പോകും തോറും ഒന്നുമില്ല, ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ബ്രെയിന് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. ബ്രെയിനിന്റെ പവർ എന്നുള്ളതാണ്. ഈ രണ്ടു പേരാണ്, മൈക്കൽ ഗെൽബും അതേപോലെ തന്നെ കെല്ലി ഹോവലുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന, അല്ലെങ്കിൽ ഞാൻ ബ്രെയിൻ വേവ്സിന് വേണ്ടി ഫോക്കസ് ചെയ്തിട്ടുള്ളത് ഈ പുസ്തകവും ഇവർ രണ്ടുപേരുടെ സ്റ്റഡീസുമാണ്. നിങ്ങൾക്കും വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ പിന്നെ ഫോളോ ചെയ്യാം. നമ്മൾ ഇന്ന് പറയുന്നതിലെ മേജർ പാർട്ടും നമ്മൾ ഉപയോഗിക്കുന്നത് ഇവരുടെ പഠനങ്ങളാണ്, ബ്രെയിൻ വേവ്സിനെ കുറിച്ചുള്ളത്. ഈ ബ്രെയിൻ വേവ്സ് എന്ന് പറയുന്നത് ഈവൻ നമുക്ക് പിന്നെ പലതരത്തിലുള്ള തെറാപ്യൂട്ടിക്, ഇത് മാത്രം വെച്ച് തെറാപ്പി ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട് കേട്ടോ. ബ്രെയിൻ വേവ്സ് പിന്നെ ബേസ് ചെയ്തുകൊണ്ടുള്ള തെറാപ്പികൾ മാത്രം ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. റൈറ്റ്. അപ്പൊ എന്തായാലും നമുക്ക് എന്താണ് ഈ ബ്രെയിൻ വേവ്സിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇപ്പൊ നമുക്ക് കേട്ട് പരിചയതകളാണ് ബീറ്റ വേവ്സ് അല്ലെ. ഇതിനെ നമ്മൾ ഈ ഒരു ചിഹ്നം കൊണ്ടാണ് സാധാരണഗതിയിൽ പിന്നെ ബീറ്റയെ കാണിക്കാറുള്ളത്. ഇതിന്റെ സാധാരണ 12 മുതൽ 40 വരെ ഹെഡ്സുള്ള അവസ്ഥയാണ്. അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ് 12ന്റെയും 40ന്റെയും അല്ലെങ്കിൽ 12 മുതൽ 40 വരെയുള്ള ഹെഡ്സിൽ ബ്രെയിൻ വേവ്സ് മൂവ് ചെയ്യുന്ന അവസ്ഥയാണ് ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ഇതിനെയാണ് നമ്മൾ സാധാരണ വൈഡ് അവൈക്കൻ സ്റ്റേറ്റ്. ഇപ്പം നിങ്ങൾ മിക്കവാറും എൻ്റെ ക്ലാസ് കേട്ട് ഉറങ്ങിപ്പോയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക, ബീറ്റ വേവ്സിലായിരിക്കും ഉണ്ടാവുക. ഇനിയിപ്പം ഞാൻ നിങ്ങളോട് ചോദ്യമൊന്നും ചോദിക്കാതെ ഇങ്ങനെ ഒരേ ടോണിൽ ഈ ക്ലാസ് ഇങ്ങനെ പറഞ്ഞു പോവുകയാണെങ്കിൽ നിങ്ങൾ എത്തിപ്പെടുക ആദ്യം ആൽഫ വേവ്സിലേക്ക്. ആൽഫ വേവ്സിനെ നമ്മൾ ഈ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കാറുള്ളത്. പിന്നെ ഒരു 7 മുതൽ 12 വരെ നമ്മൾ, അതായത് ഈ 12ൽ നിന്ന് പിറകോട്ട് വന്നിട്ട് 7 മുതൽ 12 വരെയുള്ള ഇതാണ് നമ്മൾ സാധാരണ പിന്നെ ഈ റിലാക്സേഷന് മെഡിറ്റേഷനൊക്കെ ചെയ്യുമ്പോൾ എത്താറുള്ളത്. ഇതും കഴിഞ്ഞിട്ട് നമ്മൾ വരുന്നതാണ് തീറ്റ വേവ്സ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഈ ചിഹ്നം കൊണ്ടാണ് ഉപയോഗിക്കാറുള്ളത്. പണ്ട് കണക്ക് പഠിച്ചപ്പോൾ നമ്മൾ തീറ്റയ്ക്ക് ഈ ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ളതാണ്. ഒരു 4 മുതൽ 7 വരെയുള്ള ഹെഡ്സിലാണ് ഈ സംഗതി വരുന്നത്. ഇതും കഴിഞ്ഞിട്ട് വരുന്നതാണ് ഡെൽറ്റ, നമ്മൾ ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. 4ൽ താഴെ ഹെഡ്സിലേക്ക് വരുന്ന സമയത്താണ് ഈ സംഗതി വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനെ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളത്, ഈ ഫസ്റ്റ് വൺ വൈഡ് അവൈക്കൻ സ്റ്റേറ്റ് ആണ്, നമ്മൾ ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ്. പൂർണ്ണമായിട്ടും നമ്മുടെ ബ്രെയിന് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അവെയറായി ഉണർന്നിരിക്കുന്ന അവസ്ഥയാണ് ശരിക്കും ബീറ്റ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ ഒരു ECG എടുക്കുകയാണെങ്കിൽ, നമ്മുടെ ബ്രെയിൻ വേവ്, നമ്മുടെ ECG അല്ല EEG എടുക്കുകയാണെങ്കിൽ, ഇലക്ട്രോ എൻസഫലോഗ്രാം എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബ്രെയിൻ വേവ് നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പിന്നെ ഹെഡ്സ് എന്ന് പറയുന്നത് 12ന്റെയും 40ന്റെയും ഇടയിലായി. 40 എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ വല്ലാതെ നമുക്ക് എന്താ പറയുക, നമുക്ക് പിന്നെ ഭയങ്കര ഉണർവും ഉന്മേഷമൊക്കെ ആയിരിക്കും. അതേസമയത്ത് ഇതിന്റെ വ്യത്യാസത്തിനനുസരിച്ച് നമ്മുടെ ഉണർവിൽ തന്നെ ചെറിയ വ്യത്യാസങ്ങൾ, എവൈക്കൻ ആണെങ്കിൽ പോലും ചെറിയ വ്യത്യാസങ്ങൾ അതിലുണ്ടായിരുന്നു. ഇനി ഈ ആൽഫ സ്റ്റേറ്റ് ആണ് നമുക്ക് റിലാക്സ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെമി സ്ലീപ്പ് എന്ന് പറയുന്നത്. എല്ലാ ദിവസവും നമ്മൾ ആൽഫ സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒന്ന്, നമ്മൾ ഉറങ്ങാൻ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പുള്ള അവസ്ഥ. 2, ഉണർന്നു വരുമ്പോഴുള്ള അവസ്ഥ. ഈ അവസ്ഥയിൽ നമ്മളുടെ പിന്നെ ബ്രെയിൻ വേവ്സ് ഈ 7 മുതൽ 12 വരെ ഹെർട്സിലായിരിക്കും ഉണ്ടായിരിക്കുക.
നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് നമ്മളെല്ലാവരും റിലാക്സ് ചെയ്യിക്കാറുണ്ട് ആളുകളെ. നമ്മൾ റിലാക്സ് ചെയ്യാറുണ്ട്. ഓഫ് കോഴ്സ് നമ്മൾ ഹിപ്നോസിസ് പോലെയുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ ആളുകളെ എത്തിക്കാറുള്ളത് ആൽഫ സ്റ്റേറ്റിലേക്കാണ്. ഈ സ്റ്റേറ്റിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കമ്പാരിറ്റീവ്ലി സ്വിച്ച് ഓഫ് ആവുകയും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവുകയും ചെയ്യും. ഈ ബീറ്റ സ്റ്റേറ്റിൽ വരുന്ന സമയത്ത് മോസ്റ്റ്ലി അല്ല, മിക്കവാറും നമ്മുടെ കോൺഷ്യസ് മൈൻഡ് ആയിരിക്കും നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടാവുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കും, മനസ്സിലാക്കിക്കൊണ്ടിരിക്കും, അതിനെപ്പറ്റി അന്വേഷിച്ചു കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കോൺഷ്യസ് മൈൻഡ് മെല്ലെ സ്വിച്ച് ഓഫ് ആവാൻ തുടങ്ങുകയും നമ്മൾ ഒരു സെമി സ്ലീപ്പിലേക്ക്, ഒരു ഉറക്കം വരുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോവുകയും ചെയ്യും. ഉറങ്ങിയിട്ടില്ല, ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ട്, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റിന്റെ സൗണ്ട്, ചുറ്റുവട്ടത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ബട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഉണർന്നിരിക്കുന്ന അവസ്ഥയാവില്ല. ഇനി ഈ തീറ്റ സ്റ്റേറ്റിനെയാണ് നമുക്ക് ലൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമുക്ക് വിളിച്ചാൽ ഉണരുന്ന ഉറക്കം എന്നതിനെ പറയും. ഒരാൾ തട്ടി വിളിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉണരാൻ പറ്റും. അല്ലെങ്കിൽ വിളിച്ചാൽ, ഒരു ശബ്ദം കേട്ടാൽ, അല്ലെങ്കിൽ ഒരു കോളിംഗ് ബെല്ല് കേട്ടാലൊക്കെ നമുക്ക് ഉണരാൻ പറ്റുന്ന, അല്ലെങ്കിൽ അലാം കേട്ടാലൊക്കെ ഉണരാൻ പറ്റുന്ന ഉറക്കം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം, ലൈറ്റ് സ്ലീപ്പ്. എന്നാൽ ഡെൽറ്റ സ്ലീപ്പ് എന്ന് പറയുന്നതാണ് ശരിക്കും ഡീപ്പ് സ്ലീപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഉറക്കത്തിന്റെ സൈക്കിള് നമുക്കറിയാലോ അല്ലെ. ഉറക്കത്തിന്റെ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്കൊരു 90 മിനിറ്റ് സൈക്കിളുകളായിട്ടാണ് നമ്മൾ ഉറങ്ങുന്നത്. ഈ 90 മിനിറ്റിൽ നമ്മൾ സാധാരണ ഈ ആൽഫ സ്റ്റേറ്റിൽ നിന്ന് മെല്ലെ ലൈറ്റ് സ്ലീപ്പിലേക്കൊക്കെ പോയി, ഈ ലൈറ്റ് സ്ലീപ്പിലേക്കൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ ശരിക്കും സ്വപ്നം കാണുന്നതൊക്കെ നടക്കുന്നത് ഇവിടെ. അതും കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് വിളിച്ചാൽ, ചിലപ്പോൾ കുറഞ്ഞൊരു സമയം വിളിച്ചാൽ നമുക്ക് ശരീരം അനക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ നമ്മൾ അറിയാത്ത അവസ്ഥ ഉണ്ടാവും. അപ്പോഴാണ് ശരിക്കും നമ്മുടെ ബോഡിയൊക്കെ നന്നായിട്ട് റിപ്പയർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആ ഡീപ്പ് സ്ലീപ്പ് അവസ്ഥ, അപ്പം ഇങ്ങനെ നമുക്ക് നമ്മുടെ ഉറക്കത്തിന്റെ അവസ്ഥകൾ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ്സിന്റെ, അല്ലെങ്കിൽ നമ്മുടെ അവയർനെസിന്റെ അവസ്ഥകളെ നമുക്ക് ഇങ്ങനെയായിട്ട് തരംതിരിക്കാം പറ്റും. ഒന്നാമത്തത് ബീറ്റ സ്റ്റേറ്റ് ആണ്, നമ്മൾ ഉണർന്നിരിക്കുന്നത്. അത് 12 മുതൽ 40 വരെ നമ്മുടെ ഉണർവ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത്, എത്രത്തോളം ഈ വേവ്സ് ആക്റ്റീവ് ആണെന്നുള്ളതിനനുസരിച്ചാണ്. ഇവിടെ വരുമ്പോൾ ആൽഫ സ്റ്റേറ്റ് ആണ്. എല്ലാ തെറാപ്പിസ്റ്റുകളും ഇത് നന്നായിട്ട് ഉപയോഗിക്കുന്നവരാണ് നമ്മൾ റിലാക്സ് ചെയ്യുമ്പോൾ, മെഡിറ്റേറ്റ് ചെയ്യുന്ന സമയത്ത്. എന്നാൽ ലൈറ്റ് സ്ലീപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ആൽഫ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് പോകുന്നവർക്കാണ്. മറ്റേത് ഡീപ്പ് സ്ലീപ്പ് ആണ്. ഈ സ്ലീപ്പാണ്. ഇതാണ് 4 അവസ്ഥകൾ: ബീറ്റ, ആൽഫ, തീറ്റ, ഡെൽറ്റ എന്ന് പറയുന്നത്. അപ്പൊ ബ്രെയിൻ വേവ്സിനെ പറ്റി പറയുമ്പോൾ ഇതിനെ നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ, ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ, പ്രയോജനപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും നമ്മൾ റീജുവനേറ്റ് ചെയ്യപ്പെടുന്നു. നമ്മളുടെ മൊത്തത്തിലുള്ള നമ്മളുടെ ബ്രെയിനിന്റെ, ബോഡിയുടെ, മൈൻഡിന്റെ ഒക്കെ ഫങ്ഷൻ കൂടുതൽ ആക്റ്റീവ് ആവും. ബ്രെയിൻ വേവ്സ് എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളടുത്ത് വരുന്ന ആളുകൾ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ചു കാണും. ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ വളരെ കൂടുതലായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണർന്നു പോകുന്നു എന്നുള്ളതാണ്. നമ്മളൊരു 90 മിനിറ്റ് കഴിയുന്ന സമയത്ത് നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് വന്നിട്ടോ വരാതെയോ വീണ്ടും ലൈറ്റ് സ്ലീപ്പിലേക്ക് പോകും. വീണ്ടും നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. ഇങ്ങനെ ഒരു 90 മിനിറ്റുള്ള ഒരു 5 സൈക്കിളെങ്കിലും നമുക്ക് ഉറങ്ങാൻ പറ്റുകയാണെങ്കിൽ നമ്മുടെ ബ്രെയിൻ വേവ്സ് വളരെ ഇഫക്റ്റീവ് ആയിരിക്കും. അതാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത്, 8 മണിക്കൂർ നമ്മൾ ഉറങ്ങണം എന്ന് പറയുന്നത്. ശരിക്കും നമുക്ക് കൃത്യമായിട്ടൊരു 90 മിനിറ്റുള്ള കുറച്ച് നന്നായിട്ടുള്ള ഉറക്കം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രൂപത്തിൽ നമ്മൾ ഉറങ്ങേണ്ടതുണ്ട്. അപ്പോഴാണ് ഈ ബ്രെയിൻ വേവ്സ് നമുക്ക് പ്രയോജനപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ റീജുവനേറ്റ് ചെയ്യപ്പെടുന്നതിൽ ബ്രെയിൻ വേവ്സിന് വളരെ പ്രധാനപ്പെട്ട പങ്കുണ്ട് എന്നുള്ളത്. അതുപോലെ ഇന്റഗ്രേറ്റ്, നമ്മുടെ ബോഡി, മൈൻഡ്, ബ്രെയിൻ, ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യുന്നതിലും ബ്രെയിൻ വേവ്സിന് അതിൻ്റെതായ പങ്കുണ്ട്. ഇതിപ്പോ നമുക്കറിയാലോ, നമ്മളൊരു കുറച്ച് ദിവസം ഉറങ്ങാതിരുന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത്. നമ്മളുടെ മൊത്തത്തിലുള്ള എല്ലാ ഫങ്ഷനെയും അത് ബാധിക്കാറുണ്ട്. എല്ലാ ഫങ്ഷനെയും അത് ബാധിക്കും എന്നുള്ളതാണ്. സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി നടത്തിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു പഠനം,
കൊല്ലും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പറയാം, ഞാനത് ഓർമ്മയിൽ നിന്നെടുത്ത് പറയാണ്. അവരെന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 4 ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അതിലൊരു ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പാണ്. നമ്മളൊരു എക്സ്പെരിമെന്റ് നടത്തുന്ന സമയത്ത് നമുക്കറിയാം കൃത്യമായിട്ട് കൺട്രോൾ ഗ്രൂപ്പ് ആയിരിക്കും. അവർ സാധാരണ അവരെങ്ങനെയാണോ ഉറങ്ങുന്നത് ആ രീതിയിൽ ഉറങ്ങാൻ അവരെ വിട്ടു എന്നുള്ളത്. മറ്റൊരു ഗ്രൂപ്പിന് അവരെന്ത് ചെയ്തു വെച്ചാൽ 24 അവേഴ്സ് ഉറങ്ങാനേ സമ്മതിച്ചില്ല. കംപ്ലീറ്റ്ലി അവരെന്ത് ചെയ്തു, 4 പേര് അങ്ങനെ ചെയ്തു. മറ്റൊരു ടീമിന് 4 മണിക്കൂർ ഉറങ്ങാൻ വിട്ടു. വേറെ ഒരു ഇതിനെന്ത് ചെയ്താൽ 6 മണിക്കൂർ ഉറങ്ങാൻ വിട്ടു. കൺട്രോൾ ഗ്രൂപ്പായിട്ട് അവർ നിലനിർത്തിയ ഗ്രൂപ്പിൽ 8 മണിക്കൂർ ഉറങ്ങാൻ കൊടുത്തു. ഇങ്ങനെ 4 തരത്തിൽ അവരെന്ത് ചെയ്തു വെച്ചാൽ ഉറക്കം കൊടുത്തു. അപ്പൊ അവര് പരീക്ഷണത്തിന്റെ അവസാന റിസൾട്ട് നോക്കിയ സമയത്ത് ഈ ഒട്ടും ഉറങ്ങാത്ത ആളുകൾ കൂടുതൽ അവരുടെ ബ്രെയിനിന്റെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് 1 വീക്കൊക്കെ അവർ ഇപ്പൊ നോക്കിയ സമയത്ത് അവരുടെ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ്, അതേപോലത്തെ അവരുടെ ഇമോഷൻസ്, അവരുടെ മൊത്തത്തിലുള്ള ബിഹേവിയർ എല്ലാത്തിനെയും സിവിയർ ആയിട്ട് അഫക്ട് ചെയ്തു. 4 മണിക്കൂറിലും 6 മണിക്കൂറിലും ഉറങ്ങിയവരുടെ റിസൾട്ട് ഏകദേശം ഒരേപോലെ ആയിരുന്നു. വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ടാണ് അവർ പറഞ്ഞത് 6 മണിക്കൂർ ഉറങ്ങിയാൽ പോലും നമുക്ക് 2 മണിക്കൂർ ലോസ് വരുന്നത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും കുറച്ചധികം ഉറങ്ങിയിട്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ പഠനത്തിന്റെ ഒരു റിസൾട്ടായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു റീജുവനേഷൻ നടക്കണമെങ്കിൽ, ഒരു ഇന്റഗ്രേഷൻ നടക്കണമെങ്കിൽ ഇത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അപ്പം ഈ ബ്രെയിൻ വേവ്സ് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ശരിക്ക് ഉറങ്ങേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ ഫങ്ഷൻസിനും ബ്രെയിൻ വേവ്സ്, ഈ വേവ്സിലൂടെ ഒക്കെ നമ്മൾ കടന്നു പോവേണ്ടതുണ്ട് ആരോഗ്യത്തിന്. പിന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ആവശ്യം ആരോഗ്യകരമായ ലൈഫ്. അതുപോലെ ബ്രെയിനിന്റെ സിങ്ക്രണൈസേഷൻ, ബ്രെയിനിന്റെ എല്ലാ പാർട്ടും ഒരുപോലെ പ്രവർത്തിക്കുന്നതിനും ഇതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ബീറ്റ സ്റ്റേറ്റിൽ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ ആൽഫ സ്റ്റേറ്റിലൂടെയും തീറ്റ സ്റ്റേറ്റിലൂടെയും ഡെൽറ്റ സ്റ്റേറ്റിലൂടെയും ഒക്കെ നമ്മൾ കടന്നു പോയാലാണ് നമ്മൾ ഉണർന്നിരിക്കുന്ന അവസരം നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താൻ പറ്റും. അതാണ് ഇതിൽ മനസ്സിലാക്കേണ്ട പോയിന്റ്. നമ്മൾ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാൻ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്ന ടൈം എന്ന് പറയുന്നത് ശരിക്ക് നമ്മളുടെ ബീറ്റ സ്റ്റേറ്റ് ആണല്ലോ. ഈ ബീറ്റ സ്റ്റേറ്റ് നന്നായിട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ബാക്കി സ്റ്റേറ്റിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പൊ നമ്മള് വി ഓൾ ഹാവ് യുണീക്ക് ബ്രെയിൻ വേവ്സ് പാറ്റേൺസ് ദാറ്റ് ഫങ്ഷൻ ഹാബിച്വലി. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നിങ്ങള് ഉദാഹരണത്തിന് എല്ലാ ദിവസവും 12 മണിക്ക് കിടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ 12 മണിയാവാതെ നമുക്ക് ഉറക്കം വരില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ കാര്യം? 12 മണിയായാലേ നമുക്ക് ഉറക്കം വരൂ. ഇനി നിങ്ങൾ 10 മണിക്ക് ഉറങ്ങുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയമാവുമ്പോഴേക്ക് നിങ്ങൾക്ക് മെല്ലെ ഉറക്കം വന്നു തുടങ്ങും. കാരണം ഇത് ഓരോരുത്തരും ശീലമാക്കുന്നതിനനുസരിച്ച് നമ്മളുടെ ബ്രെയിന് അത് കണ്ടീഷൻ ചെയ്യപ്പെടുന്നുള്ളതാണ്. ഹാബിറ്റായിട്ട് അത് മാറും. അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിൻ വേവ് എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈവൻ നമ്മൾ കുട്ടികളായാലും ആരെയായാലും നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം. ഈ ഉറക്കം നമ്മൾ പിന്നെ പാറ്റേൺ ആയിട്ട് മാറിയാൽ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബ്രെയിൻ വേവ് എന്ന് പറയുന്നത്. ഈ ഉറക്കം മര്യാദക്ക് ഇതാവാത്തതുകൊണ്ടാണ് ചില ആളുകൾ എന്ത് പറയുന്നത്, എനിക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല. ഡീപ്പ് സ്ലീപ്പ് കിട്ടണമെങ്കിൽ അതിനുള്ള അവസരം സമയം നമ്മൾ കൊടുക്കണം. ആവശ്യത്തിന് ഉറങ്ങണം എന്ന് വരുന്നത് അതുകൊണ്ടാണ്. അതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ ഒരു ഹാബിച്വൽ സ്ലീപ്പ് പാറ്റേൺ ഉണ്ട്, അല്ലെങ്കിൽ ബ്രെയിൻ വേവ് പാറ്റേൺ ഉണ്ട്, യുണീക്ക് ബ്രെയിൻ വേവ് പാറ്റേൺ. നമ്മുടെ ബ്രെയിൻ വേവ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് പറയുന്ന പേരാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്ലീപ്പ് സ്റ്റഡി. ഇപ്പൊ എല്ലാ മേജർ ഹോസ്പിറ്റലിലും നമുക്ക്, കോഴിക്കോടൊക്കെ ആണെങ്കിൽ മിംസിൽ ലഭ്യമാണ് സ്ലീപ്പ് സ്റ്റഡി. ഇപ്പൊ നമുക്ക് ഒരു ദിവസം അവിടെ ഹോസ്പിറ്റലിൽ കിടക്കണം, നമ്മളൊരു യന്ത്രത്തിലൊക്കെ കിടത്തി നമ്മൾ ഹോസ്പിറ്റലിൽ കിടത്തിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ബ്രെയിൻ വേവ്സ് ഫങ്ഷൻ ഒക്കെ നമുക്ക് ഇന്ന് കണ്ടെത്താൻ പറ്റും. അപ്പൊ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇപ്പൊ എല്ലാ ഹോസ്പിറ്റലിലും വർക്ക് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇത് കാര്യമായിട്ട് ഇപ്പം ചെയ്യുന്നത് ഉറക്കത്തിൽ ഭയങ്കര പ്രശ്നമുള്ള ആളുകൾ, അതേപോലെ തന്നെ പിന്നെ ഒട്ടും നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും ഉറങ്ങാൻ പറ്റാത്ത ആളുകൾ, ഇങ്ങനെയുള്ള ആളുകളിലൊക്കെ ചിലപ്പോൾ സ്ലീപ്പ് സ്റ്റഡി നടത്താറുണ്ട്. ഈ സ്ലീപ്പ് സ്റ്റഡി നടത്തുമ്പോൾ നമ്മുടെ ബ്രെയിൻ വേവ്സിന്റെ പ്രത്യേകതകൾ കണ്ടെത്തി അതിനെ നോർമലൈസ് ചെയ്യുന്ന രീതിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്.
അതുകൊണ്ട് ഇപ്പം മറ്റേ ശരിക്ക് നമുക്ക് പല ആളുകളും പല രീതിയിൽ ഈ ഉറക്കത്തെ ക്രമീകരിക്കുന്നുണ്ട്. ഈവൻ ഇപ്പൊ രാത്രി 6 മണിക്കൂർ ഉറങ്ങാൻ പറ്റുന്ന ആളുകൾ പകല് അത് കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട് പലരും. 2 മണിക്കൂർ എപ്പോഴെങ്കിലും ഒക്കെ ഉറങ്ങിയിട്ട് അല്ലെങ്കിൽ അരമണിക്കൂർ വീതമുള്ള പാറ്റേണുകൾ ചെയ്തിട്ട്. കാരണം ഇത് ചെയ്തിട്ടില്ലെങ്കിൽ ബ്രെയിൻ വേവ് അവതാളത്തിലാവും. ബ്രെയിൻ വേവ് അവതാളത്തിലായാലും സ്ലോലി നമ്മുടെ പിന്നെ ശാരീരിക ആരോഗ്യം, എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഡിസീസസിലേക്കൊക്കെ നമ്മൾ മൂവ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ഗൾഫുകാർ നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ നൈറ്റ് ലൈഫ് സ്പെഷ്യലിസ്റ്റുകളാണ് പലപ്പോഴും ഗൾഫുകാർ. പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അങ്ങനെയാണ് രീതി. ഇപ്പൊ ഗൾഫിലൊന്നുമല്ല, നമ്മുടെ നാട്ടിലും ഇങ്ങനെ തന്നെയാണ്. ഏത് സമയത്ത് നമ്മൾ ഇപ്പൊ കോഴിക്കോടൊക്കെ പിന്നെ ബീച്ച് ലൈഫ് ശരിക്കും നൈറ്റ് ലൈഫാണ്. ഇപ്പൊ എല്ലാവരും കോഴിക്കോട് ബീച്ചിലാണ്. രാത്രിയായി കഴിഞ്ഞാൽ 2 മണി 3 മണി. ഇപ്പോൾ ഇവിടുന്ന് 1 മണിക്ക് 2 മണിക്കൊക്കെയാണ് ആളുകൾ ബീച്ചിലേക്ക് പോകുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈല് അതിവേഗത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെയും തന്നെ അഫക്റ്റ് ചെയ്യുന്നത് ആക്ച്വലി നമ്മുടെ ബ്രെയിനെയാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നമുക്കൊക്കെയും തന്നെ യുണീക്ക് ബ്രെയിൻ വേവ് പാറ്റേൺസ് ഉണ്ട്. അത് ഹാബിച്വൽ ആയിട്ട് മാറുന്നുണ്ടെന്നാണ്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, എന്തുകൊണ്ട് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നു വെച്ചാൽ സം ബ്രെയിൻ വേവ് ഫങ്ഷൻസ് ആർ ഹെൽപ്ഫുൾ ആൻഡ് അതേഴ്സ് നീഡ് ഫൈൻ ട്യൂണിങ്. ചിലതൊക്കെ നമ്മൾ ഫൈൻ ട്യൂണ് ചെയ്ത് ശരിയാക്കേണ്ടത്. അങ്ങനെ മൊത്തത്തിൽ സൈക്കോളജിയിൽ പറയുന്ന വാക്കാണ് സ്ലീപ്പ് ഹൈജീൻ. നമ്മൾ ഇത് ശരിയാക്കുന്നതിന് കൊടുക്കുന്ന വർക്കാണ് സ്ലീപ്പ് ഹൈജീൻ നമ്മൾ പറയാറുള്ളത്. സ്ലീപ്പ് ഹൈജീൻ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: എല്ലാ ദിവസവും ഒരേ സമയത്ത് കിടക്കാൻ പോവുക, എല്ലാ സമയത്തും ഒരേ സമയത്ത് എഴുന്നേൽക്കുക, അതേപോലെ തന്നെ സ്ലീപ്പിന് വേണ്ടി പ്രത്യേക സ്ഥലവും പ്രത്യേക ഡ്രസ്സും ഉണ്ടാവുക, ഉറങ്ങാൻ പോകുന്നതിൻ്റെ 2 hours മുമ്പ് നമ്മൾ ഫുഡ് കഴിക്കുക, ഉറങ്ങാൻ പോകുന്നതിൻ്റെ 1 hour മുമ്പെങ്കിലും നമ്മൾ ഗാഡ്ജറ്റ്സൊക്കെയും തന്നെ നമ്മൾ മാറ്റി വെക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിയും പിന്നെ ഉറങ്ങാൻ പോകുന്നതിൻ്റെ കുറച്ച് മുമ്പ് നമ്മൾ ചെറിയ അളവിലെ വെള്ളം കുടിക്കേണ്ടതുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പിന്നെ വെള്ളം കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ പോകുമ്പോൾ ഈ സ്ലീപ്പ് പാറ്റേൺ തെറ്റാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളത് കൊണ്ട് രാത്രി നമ്മൾ വെള്ളം കുടിക്കേണ്ടത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നേരത്തെ വെള്ളം കുടിച്ചാൽ മതി. ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പറയുന്ന പേരാണ് ശരിക്ക് പിന്നെ സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മൾ തെറപ്പിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇപ്പൊ ഞാൻ ആർക്ക് തെറപ്പി ചെയ്യുന്ന സമയത്ത് ആദ്യം ഇതാണ് ശരിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുള്ളത്. ഇത് ഇത് ശരിയാക്കി കഴിഞ്ഞിട്ടാണ് ഡീപ്പർ തെറപ്പിയിലേക്ക് പലപ്പോഴും നമ്മൾ പോവാറുള്ളത്. കാരണം ഇത് അവരുടെ ബ്രെയിൻ സപ്പോർട്ടീവ് ആണെങ്കിലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അതേപോലെ തന്നെ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ഹെവി ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ, പ്രത്യേകിച്ചും ഭയങ്കര സ്പൈസി ആയിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം ഈ പറയുന്ന ബ്രെയിൻ വേവ് പാറ്റേൺസിനൊക്കെ അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് രാത്രി ഫുഡ് ഇതെല്ലാം ക്രമീകരിക്കുന്നതിന് ഒറ്റ വാക്കിൽ നമ്മൾ പറയുന്നതാണ് സ്ലീപ്പ് ഹൈജീൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വാക്ക് ഈ ഒരു ഫ്ലോ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണം മിസ്സാവുന്നത്, ഫോർ എക്സാമ്പിൾ തീറ്റ ഫേസിൽ ഒരാൾ എത്തുന്നില്ല എന്നാണെങ്കിൽ അതിനെ നമ്മളൊരു ഒരു ഒരു ഇഷ്യൂ ആയിട്ട് കാണേണ്ടതായിട്ടുണ്ടോ? യെസ്, ഈ 4 സ്റ്റേജസിലൂടെയും നമ്മൾ കടന്നു പോകണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ 4 സ്റ്റേജസിലൂടെയും നമ്മൾ കടന്നു പോകണം. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബോഡി റിപ്പയർ ചെയ്യപ്പെടുന്നത് നമ്മുടെ ഡെൽറ്റ സ്ലീപ്പിലാണ്. നല്ല ഡെൽറ്റ സ്ലീപ്പ് നടക്കുന്ന സമയത്താണ് ബോഡി റിപ്പയർ ചെയ്യപ്പെടുന്നത്. തീറ്റ സ്ലീപ്പിന്റെ സമയത്താണ് നമ്മുടെ ബ്രെയിന് റിപ്പയർ ചെയ്യപ്പെടുന്നത്. നിങ്ങൾ നല്ല സ്വപ്നം കാണുന്നതിൻ്റെ അർത്ഥം നമ്മുടെ ബ്രെയിൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻടാക്റ്റ് ആണ് എന്നുള്ളതാണ്, കുഴപ്പമൊന്നുമില്ല എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ അർത്ഥം. അപ്പോൾ ആരെങ്കിലും സ്വപ്നം കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി അങ്ങനെയാണെങ്കിൽ അവരുടെ ബ്രെയിൻ എന്തോ കുഴപ്പമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ അങ്ങനെയാണ് സർ. എങ്ങനെയാണ്? എനിക്ക് സ്വപ്നങ്ങൾ കാണാനിട്ടാണോ അതോ ഓർമ്മയിൽ നിൽക്കാത്തതാണോ എന്നറിയില്ല. പിന്നെ ഈ പറഞ്ഞ തൊട്ടാൽ അറിയുന്ന എപ്പോ ഉറങ്ങിയാലും തൊട്ടാൽ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ നേരത്തെ കിടന്നുറങ്ങി, ഒരു 10-10:30 കിടന്നുറങ്ങി, ഹസ്ബൻഡ് ഒരു 12 മണിക്ക് വരികയാണെങ്കിൽ
പുള്ളി റൂമിൽ വന്ന് ലൈറ്റ് ഇട്ടാലോ ഡ്രസ്സ് മാറ്റിയാലോ പൊതുവേ ഒരു ഒച്ച ഉണ്ടാവുമല്ലോ ഒരാൾ റൂമിലേക്ക് കയറി വരുന്നു, ഞാൻ അറിയില്ല. ആ ഓക്കെ. ഓഫ് ആക്കിയ പോലെ ഉറങ്ങും. ആ പിന്നെ അടുത്ത സ്വിച്ച് ഓൺ ചെയ്യുന്നത് വരെ അങ്ങനെ ഉറങ്ങും. യെസ്. സ്വപ്നം കാണാറേ ഇല്ല. സ്വപ്നം ഒട്ടും വെരി റെയർ. കാണാതിരിക്കാൻ, സ്വപ്നം കാണാതിരിക്കാൻ ഇനി സാധ്യതയില്ല, പക്ഷെ നമ്മൾ ഓർക്കാനിട്ടാണോന്ന് ഓർക്കാറുണ്ട്. എനിക്കറിയില്ല. ഓർമ്മയിൽ ആ മെമ്മറൈസ് ചെയ്യാൻ പറ്റാനിട്ടാണോന്ന് അറിയില്ല. ആ വളരെ റെയറാണ്, വളരെ വളരെ റെയർ. എത്ര മണിക്കൂർ ഉറങ്ങും? ഒരു 5.5-6 മണിക്കൂറൊക്കെ. നമ്മള് ശരിക്ക് ഈ ആളുകൾ പറയുന്നത് കേട്ടില്ലേ, രാവിലെ കാണുന്ന സ്വപ്നാണ് നമ്മള് ഫലിക്കാന്ന് കേട്ടിട്ടുണ്ടാവും. അതെ. അതിന്റെ കാരണം രാവിലെ കാണുന്ന സ്വപ്നേ നമ്മൾ ഓർക്കാറുള്ളൂ എന്നുള്ളതാണ്. കാരണം ആ സമയത്താണ് നമ്മൾ ഏകദേശം കൂടുതൽ സമയം സ്വപ്നം കാണുന്നത്. ഫസ്റ്റ് സൈക്കിളിൽ നമ്മളിപ്പോ ആദ്യത്തെ 90s സൈക്കിളിൽ ഇപ്പൊ നിങ്ങള് 9 മണിക്ക് കിടക്കുന്ന ഒരാളാണെങ്കിൽ 10:30 സമയത്ത് നമുക്ക് അവിടെ സ്വപ്നത്തിനുള്ള സമയം ചെറിയ ടൈം. രണ്ടാമത്തെ സൈക്കിളിൽ ഇത്തിരി കൂടി കൂടും, മൂന്നാമത്തെ സൈക്കിളിൽ ഇത്തിരി കൂടി കൂടും, നാലാമത്തെ സൈക്കിളിൽ ഒക്കെ ആവുമ്പോഴേക്കാണ് സ്വപ്നത്തിന്റെ ദൈർഘ്യം വർദ്ധിക്കുന്നത്. അങ്ങനെ 8 മണിക്കൂർ ഉറങ്ങുന്ന ഒരാൾ ഒരു ദിവസം ഏറ്റവും ചുരുങ്ങിയത് 2 മണിക്കൂർ സ്വപ്നം കാണുന്നുണ്ട്. ഈ 2 മണിക്കൂർ സ്വപ്നം എന്ന് പറയുന്നത് അവസാനം ശരിക്ക് നമ്മള് പിന്നെ അവസാനം കാണുന്ന, രാവിലെ കാണുന്ന സ്വപ്നം കൂടുതൽ സമയമുള്ളത് കൊണ്ടാണ് ആളുകൾ അത് ഓർത്തു വെക്കുന്നതിന് കാരണം. എനിവേ സ്വപ്നം കാണാതിരിക്കാൻ സാധ്യത ഇല്ല, കാരണം ബ്രെയിനിന് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ സൈക്യാട്രിക് മെഡിസിൻ കഴിക്കുന്ന ആളുകൾ സ്വപ്നം കാണാനുള്ള സാധ്യത കുറയാറുണ്ട്. കാരണം ഈ ബ്രെയിൻ വേവ്സ് ഇതേപോലെ അവരിൽ ഫങ്ഷൻ ചെയ്യാറില്ല എന്നുള്ളതാണ് അതിന്റെ കാരണം. മിക്കവാറും അവര് പിന്നെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാലും ഒരു തൃപ്തി വരാത്തതിന്റെ കാരണം അതാണ്. നോർമലി നമ്മൾ സ്വപ്നം കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ. പക്ഷെ എനിക്ക് തീറ്റ വേവില് കിട്ടാറില്ല എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ. സ്വപ്നമല്ല, തീറ്റ വേവിലുള്ള ഉറക്കിന് എനിക്ക് ആ കിട്ടാറില്ല എന്ന് തോന്നുന്നു. തീറ്റ വേവിൽ ഉറക്കം അത് ഈവൻ ഈ കിട്ടാതിരിക്കുന്നതല്ല അത്. റിലാക്സേഷനിൽ ഇരിക്കുകയാണെങ്കിലൊക്കെ ചിലപ്പോൾ ഞാൻ ഓഫായ പോലെ തോന്നും. ആ തൃപ്തി ഉണ്ടോ? ഉറങ്ങി എണ്ണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് തൃപ്തി വരുന്നുണ്ടോ? അതെ സാർ, അങ്ങനെ ഡീപ് സ്ലീപ്പില് മേ ബി ഒരു 3 hours ഉറങ്ങിയാലും ഫുൾ റീഫ്രഷ് ആയിട്ടാണ് വരിക. അപ്പൊ പിന്നെ പ്രശ്നമില്ല. നമുക്ക് ഉറങ്ങിക്കഴിഞ്ഞിട്ട് തൃപ്തി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എല്ലാ സ്റ്റേജിലൂടെയും കടന്നു പോകുന്നുണ്ട്. ഒരുപക്ഷെ ആൽഫ പോലുള്ള സ്റ്റേജസ് വളരെ വേഗത്തിൽ പാസ് ചെയ്ത് പോകുന്നുണ്ടാവും നിങ്ങളുടെ ഒരു ഹാബിറ്റ് വെച്ചിട്ട്. അല്ലാതെ നമ്മൾ പിന്നെ സ്വപ്നം കാണാത്തത് കൊണ്ടോ ഈ സ്റ്റേജസിലൂടെ കടന്നു പോകാതിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇത് കിട്ടൂല, റിഫ്രഷ്നെസ് കിട്ടൂല. സാറ് ഹലോ. കൃത്യമായിട്ട് പറയണമെങ്കിൽ നമുക്ക് സ്ലീപ്പ് സ്റ്റഡി നടത്തി നോക്കേണ്ടി വരും. പറഞ്ഞോളൂ. ഹലോ. സാറേ, ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ സാധാരണ ഇതിൻ്റെ അകത്ത് പറയാത്തൊരു കാര്യം 8 മണിക്കൂർ 6 മണിക്കൂർ എന്നൊക്കെ പറയുമ്പോൾ അത് രാത്രി തന്നെ ഉറങ്ങണമെന്നുണ്ടല്ലോ അല്ലേ? ചില ആളുകൾ വിചാരിക്കും 8 മണിക്കൂർ എപ്പം വേണമെങ്കിൽ കിടന്ന് ഉറങ്ങിയാലും കിട്ടും ആ എന്നുള്ളതാണ്. ഇത് ആ. ശരിക്കും ഒരു 10 മണി 11 മണി തൊട്ടിട്ടേ 8 മണിക്കൂർ അങ്ങനെയാണല്ലോ വേണ്ടത് അല്ലേ അതാണ് ശരിക്കും? ബെസ്റ്റ്, അതാണ് ബെറ്റർ. അപ്പൊ നമുക്ക് അങ്ങനെ ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങുകയാണെങ്കിൽ നല്ലത്. പക്ഷെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ ഒരു 6 മണിക്കൂറെങ്കിലും നമ്മൾ രാത്രി ഉറങ്ങിയിട്ട് ബാക്കി നമ്മൾ ഇൻ ബിറ്റ്വീൻ കോമ്പൻസേറ്റ് ചെയ്താലും ഓക്കെ. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചക്കൊക്കെ ഒരു ലേശം കിടന്നുറങ്ങി എണ്ണീറ്റാൽ നമ്മളൊന്ന് റിഫ്രഷ് ആവുന്നതിന്റെ കാരണം അതാണ്. കാരണം നമ്മൾ പ്രാക്ടിക്കലി ബെസ്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ ഉറങ്ങുന്നതാണ്. ഇനി അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് അത് കോമ്പൻസേറ്റ് ചെയ്യുകയെങ്കിലും വേണം. അറ്റ്ലീസ്റ്റ് നമ്മൾ പിന്നെ ഇപ്പം ഇങ്ങനെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സൺഡേയിലോ സാറ്റർഡേയിലോ ഒക്കെ ഒഴിവ് കിട്ടുന്ന സമയത്തെങ്കിലും കുറച്ചധികം ഉറങ്ങണം. പണ്ട് നമ്മൾ പറയാറുള്ളത് അങ്ങനെ അധികം ഉറങ്ങുന്നത് കേടാണെന്നുള്ളതാണ്. പക്ഷെ പുതിയ പഠനങ്ങൾ കാണിക്കുന്നത് ഉറങ്ങുന്നത് പ്രശ്നമല്ല, ഇങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇനി ഒരാൾക്ക് ഡിപ്രഷൻ വന്നാൽ ഉറക്കം കൂടാം, അത് ഇതിൽ പെടൂല. അതുപോലെ ഹെവി ഫുഡ് കഴിച്ചാൽ ഉറക്കം കൂടാം, അത് ഇതിൽ വരില്ല. നിങ്ങൾക്ക് പിന്നെ പിന്നെ ഒബീസിറ്റി ഉണ്ടെങ്കിൽ ഉറക്കം കൂടും. അതൊക്കെ നമുക്ക് ബ്രെയിൻ വേവിന്റെ പിന്നെ പോസിറ്റീവ് സൈഡ് അല്ല എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കും. മുഹമ്മദ് ജി, ആ ഈ ആൽഫ സ്റ്റേറ്റ് അല്ലേ നമ്മുടെ റെം സ്ലീപ്പ് എന്ന് പറയുന്ന അല്ല? റം സ്ലീപ്പ് എന്ന് പറയുന്നത് കുറച്ചുകൂടി നമ്മൾ പറയുന്ന സമയത്ത് ആൽഫ കഴിഞ്ഞിട്ട് വരുന്ന നമ്മുടെ പിന്നെ തീറ്റ സ്റ്റേറ്റ് ആണ് ശരിക്കും. തീറ്റ സ്റ്റേറ്റ് ആണ് അല്ലേ? തീറ്റ സ്റ്റേറ്റ് ആണ് റം കാരണം സ്ലീപ്പ്. അതുകൊണ്ടാണല്ലോ ആ സമയത്ത് ചുറ്റും നടക്കുന്നതൊക്കെ റാപ്പിഡ് നമുക്ക് കേൾക്കാൻ പറ്റും എന്ന് പറയണേ. റാപ്പിഡ് ഐ മൂവ്മെന്റ് നടക്കുന്നത്. ആ. അതിന്റെ കാരണം ഈ സ്വപ്നം കാണുന്നത് കൊണ്ട് കൂടിയാണ്. ഈ റാപ്പിഡ് ഐ മൂവ്മെന്റിന്റെ കാരണം നമ്മൾ ആ സ്വപ്നത്തിനനുസരിച്ച് കൂടിയാണ് നടക്കുന്നത്.
ഉം. അല്ല സാർ, ഹലോ സാർ, ആ എനിക്ക് ഓർക്കിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ അതിനെപ്പറ്റി കുറേ സെർച്ച് ചെയ്തപ്പോഴൊക്കെ കണ്ടത് ഈ മെലറ്റോണിൻ പ്രൊഡക്ഷൻ അധികം നടക്കുന്നത് രാത്രിയാണ്. അതുകൊണ്ട് യെസ് നിങ്ങളൊക്കെ വെറുതെ ടി വിയും മൊബൈലൊക്കെ കണ്ടിട്ട് രാവിലെ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ബോഡീൻ്റെ റിതമിനെ തെറ്റിക്കുന്ന നേരം മെലറ്റോണിൻ ആ ടൈമിൽ ഉണ്ടാവില്ല, അപ്പോൾ നല്ല സ്ലീപ്പ് കിട്ടൂല, അപ്പോൾ നല്ല യെസ് റിഫ്രഷിങ് സ്ലീപ്പ് ആയിരിക്കൂല എന്നൊക്കെ യാ പലതും കേട്ടിട്ടുണ്ടായിരുന്നു. യെസ് അതെ, മെലാട്ടോണിൻ ആണ് ഉറക്കത്തിന്റെ ഹോർമോൺ. ഉറക്കം കുറവുള്ള ആളുകൾക്ക് ഡോക്ടേഴ്സ് കൊടുക്കാറുള്ളത് മെലാട്ടോണിൻ സപ്ലിമെന്റ് വരുന്നതാണ്. മെലാട്ടോണിൻ നോർമലി ഒരാളിൽ പൂർണ്ണമാകുന്നത് ഉച്ചക്ക് ഒരു 3 മണിയാവുമ്പോൾ മെലാട്ടോണിൻ മെല്ലെ സെറട്ടോണിൻ മെലാട്ടോണിലേക്ക് മാറാൻ തുടങ്ങും. രാത്രി 10 മണിയാവുന്നതോടുകൂടി ഒരു നോർമൽ വ്യക്തിയിൽ കംപ്ലീറ്റ് ഉറങ്ങാൻ പാകത്തിൽ മെലാട്ടോണിൻ വരും. ഇതാണ് പിന്നെ എന്ത് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഒരു 4 മണിയാവുമ്പോഴേക്ക് വീണ്ടും നമ്മൾ എന്ത് ചെയ്യും, ഈ മെലാട്ടോണിൻ കുറഞ്ഞു വരും. അവിടെയാണ് നമ്മൾ ബ്രഹ്മമുഹൂർത്തം, തഹജ്ജുദിന്റെ ടൈം എന്നൊക്കെ പറയുന്ന ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ ആ സമയത്ത് നമുക്ക് വൈഡ് അവൈക്കൻ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ്. പണ്ട് മിക്കവാറും ആളുകൾ ഇങ്ങനെയായിരുന്നു, ഒരു 8 മണിക്കൊക്കെ ഉറങ്ങി അവർ 4 മണിക്ക് എണീറ്റ് പിന്നെ കൃഷി അവിടേക്ക് ഇവിടേക്കൊക്കെ പണിക്ക് പോയി. കാരണം അന്ന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ മണ്ണെണ്ണ വിളക്കായതുകൊണ്ട് ഇത് അധികം കത്തിച്ചു വെക്കാൻ പറ്റൂല, അപ്പൊ ആളുകൾ പണിയെടുക്കുന്നതുകൊണ്ട് ക്ഷീണിക്കുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് സൗകര്യം കൂടിയപ്പം നമുക്ക് മെജോറിറ്റി അല്ലെങ്കിൽ മെജോറിറ്റി ഓഫ് ദ ആളുകൾക്കും ഇക്കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാത്തത് കൊണ്ട് ഒരു പ്രശ്നം. രണ്ടാമത്, അറിഞ്ഞാൽ പോലും ഇന്ന് നമുക്ക് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇത് പിന്നെ ഇതാക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇപ്പം ഞാൻ എപ്പോഴൊക്കെ ഗൾഫിൽ പോയിട്ടുണ്ടോ അപ്പോഴൊക്കെ എൻ്റെ ഉറക്കം തെറ്റിയിട്ടുണ്ട്. കാരണം അവിടുത്തെ ഒരു പാറ്റേൺ അനുസരിച്ചിട്ട് നമുക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റും. അപ്പം നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ, ഈ പറഞ്ഞത് വളരെ ശരിയാണ് നിയാസ് ഭായി പറഞ്ഞത്, മെലാട്ടോണിൻ ആണ്. നിങ്ങൾ ഉറക്കമില്ലാത്തവർക്ക് ഡോക്ടർമാർ കൊടുക്കുന്ന മെഡിസിന്റെ കണ്ടൻസ് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അതിൽ മെലാട്ടോണിന്റെ സപ്ലിമെന്റ് നമുക്ക് കാണാൻ പറ്റും. നോർമലി ഇത് ഒരു 10 മണി മുതൽ 4 മണി വരെയാണ് നന്നായിട്ട് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ ഉറങ്ങേണ്ട ബെസ്റ്റ് ടൈം 10 to 4 വരെയൊക്കെ ഉള്ള ടൈമാണ്. ആ ടൈമിലുള്ള ഉറക്കമാണ് നമ്മുടെ ബ്രെയിനും കാര്യങ്ങളൊക്കെ പിന്നെ കംഫർട്ടബിൾ ആകുന്നതിന് ഇതാവുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് കാണും, ഏത് അസുഖം വരുന്ന ആൾക്കും ആദ്യം തകരാറാവൽ ഉറക്കാം. നമ്മൾ ഡോക്ടേഴ്സ്, ഒരു നോർമൽ MBBS ഡോക്ടർ അടുത്ത് പോയാൽ പോലും അവർ ചോദിക്കുന്ന ഒന്നാമത്തെ ചോദ്യം ഉറക്കം എങ്ങനെയുണ്ട്. ഉറക്കാണ് ആദ്യം ഡിസ്റ്റർബ്. അപ്പോൾ ഉറക്കത്തിൽ എല്ലാ രോഗത്തിൻ്റെയും ലക്ഷണങ്ങൾ ഉറക്കത്തിൽ വരുന്ന ഡിസ്റ്റർബൻസുകൾ, ബ്രെയിൻ വേവിൽ വരുന്ന പ്രശ്നങ്ങളാണ് എന്നാണ്. ഓക്കെ, നമുക്ക് മുന്നോട്ട് പോവാം. സാറേ, ഈ മെഡിറ്റേഷൻ കൊണ്ട് ഗുണമുണ്ടാവോ അങ്ങനെ ആകുമ്പോൾ? മെഡിറ്റേഷൻ കൊണ്ട് സ്ലീപ്പ് തീർച്ചയായിട്ടും കൃത്യമായിട്ട് ഗുണമുണ്ട്. ചെയ്യാൻ പറ്റുമെന്നുള്ള സ്ലീപ്പിന്റെ കാര്യത്തിൽ പക്ഷേ നമ്മൾ പണ്ട് പറയാറുള്ളത്, ഒരു ഡീപ്പ് മെഡിറ്റേഷൻ നമുക്ക് ഒരു പിന്നെ ദിവസത്തെ ഉറക്കത്തിന് പകരാണ് എന്നുള്ളതാണ്. പക്ഷെ പുതിയ സ്റ്റഡി അത് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇല്ല. മെഡിറ്റേഷൻ വേറെ, ഉറക്കം വേറെ. ഉറക്കത്തിന് ഉറക്കം തന്നെ വേണം. മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ആൽഫ സ്റ്റേറ്റിൽ കൊണ്ടുപോയിട്ട് നമ്മളുടെ മൊത്തത്തിൽ അതിന്റെ ഗുണങ്ങൾ ഞാൻ പറയാം. മൊത്തത്തിൽ നമ്മളെ ഒന്ന് ആ രീതിയിൽ പ്രയോജനപ്പെടുത്താനേ പറ്റുള്ളൂ. അപ്പോൾ ഉറക്കത്തിന് പകരമല്ല മെഡിറ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ഓക്കെ. അതാണ് ഏറ്റവും പുതിയ പഠനങ്ങൾ. മുമ്പ് ഞാനും പറഞ്ഞിരുന്നു, നമ്മൾ 2 hours ഉറങ്ങുന്നതിന് തുല്യമാണ് 10 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. പക്ഷെ അങ്ങനെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ചോദിച്ചത്. പുതിയ പഠനങ്ങൾ നമുക്കതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല, സയന്റിഫിക് എവിഡൻസുകളില്ല. റൈറ്റ്. വിത്ത് എ ഹെൽത്തി ബ്രെയിൻ, നമ്മൾ അതാണല്ലോ നമ്മുടെ ബ്രെയിൻ ഫങ്ഷനിങ്, ദ ബ്രെയിൻ വേവ് സിങ്ക് വിത്ത് അവർ ആക്ടിവിറ്റി. ശരിക്കും അതാണ്, നമുക്ക് ഹെൽത്തി ആണെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ഉറങ്ങാൻ കിടന്നാൽ ഉണർന്നും, ഉണർന്ന സമയത്ത് നിങ്ങൾ ഉണരും. നിങ്ങൾ ബീറ്റ സ്റ്റേറ്റിലായിരിക്കുന്ന സമയത്ത് ഭംഗിയായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. ഇതാണ് ശരിക്കും ഹെൽത്തി ബ്രെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഉറങ്ങിയിട്ടില്ലെങ്കിൽ, ഇത് നടന്നിട്ടില്ലെങ്കിൽ, ഈ ചിത്രത്തിൽ കാണിച്ചതുപോലെ ബ്രെയിൻ വേവ്സിനെ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഇന്ന് മൊബൈൽസ് ആണ്, അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സ് ആണ്. ഒന്നാമത്തെ കാര്യം സ്ട്രെസ്. സ്ട്രെസ് ഉള്ളവർക്ക് ഉറക്കം വരില്ല, ഉറക്കമില്ലാത്തവർക്ക് സ്ട്രെസ് കൂടുതലുമായിരിക്കും. നമ്മൾ കുറച്ച് ദിവസം ഉറക്കം ഒഴിച്ചാൽ മതി, സ്ട്രെസ് വന്നോളും. അതിന്റെ കാരണം നമ്മുടെ ബയോളജിക്കൽ ഫങ്ഷൻ, ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറയുന്ന സംഗതി തെറ്റിപ്പോണതാണ്. അതേപോലെ സ്ലീപ്ലെസ്നെസ്, നമ്മൾ പിന്നെ ഉറക്കം ഒഴിച്ച് ശീലമായി കഴിഞ്ഞാൽ പിന്നെ അതൊരു ശീലമായിട്ട് വരും. കാരണം നമുക്ക് സ്ലീപ്ലെസ്നെസ് ആയിരിക്കും നമുക്ക് വരിക. അതർ ചാലഞ്ചസ്, അത് നമ്മുടെ എല്ലാ തരത്തിലുള്ള സംഗതികളെയും ബാധിക്കും, ബ്രെയിൻ വേവിന് പിന്നെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്നുള്ളതാണ്. യെസ്, ബ്രെയിൻ സിങ്ക് ടെക്നോളജി.
നമ്മൾ ഇതാണ് ശരിക്കും പഠിക്കേണ്ട സാധനം. നമ്മുടെ ബ്രെയിൻ സിങ്ക് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമ്മൾ ആദ്യം നല്ല ഉറക്കം കിട്ടണമെങ്കിൽ സ്ട്രെസ് ഒഴിവാക്കണം. നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സ്ട്രെസ്സുകളൊക്കെ നമുക്ക് ഒഴിവാക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നമുക്ക് പിന്നെ നാളെ ക്ലാസ് എടുക്കാനുള്ളത് എനിക്ക് ഇന്ന് വിളിച്ചാൽ എനിക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നാളത്തെ ക്ലാസ് ഞാൻ ഏൽക്കേണ്ട ആവശ്യമില്ല. എൻ്റെ അടുത്ത് PPT ഒന്നും ഉണ്ടാവില്ല. അന്ന് രാത്രി മുഴുവൻ കുത്തിരുന്ന് ഞാൻ PPT ഒക്കെ ഉണ്ടാക്കേണ്ടി വരണമെങ്കിൽ ഇന്ന് ഞാൻ എന്താവണം? ഇന്ന് ഞാൻ സ്ട്രെസ് അടിക്കുന്നത്. അപ്പം അത്തരം 11th അവർ സംഗതികൾ ഒഴിവാക്കുന്നത് നന്നായി ഉറങ്ങുന്നതിന് നല്ലതാണ്. അതുപോലെ അടക്കാനുള്ള ബില്ലുകൾ സമയത്ത് അടക്കുക. അതേപോലെ തന്നെ പരമാവധി നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ ഇൻ ടൈമിൽ ചെയ്യുക. ഇൻ ടൈം ഉണ്ട്, ഓൺ ടൈം ഉണ്ട്. ഓൺ ടൈം ആ സമയത്ത് ചെയ്യുന്നതാണ്, ഇൻ ടൈമിൽ ചെയ്യുക. അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ ഇപ്പം ഈ ക്ലാസ് 8:30 സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ പോലും 8:25 ഞാൻ ജോയിൻ ചെയ്യാറുണ്ട്. കാരണം എനിക്ക് സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ നിങ്ങളോട് സ്നേഹമുള്ളതുകൊണ്ടൊന്നുമല്ല. പിന്നെ എനിക്ക് സ്ട്രെസ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം സിസ്റ്റത്തിൽ ചിലപ്പോൾ പ്രശ്നം വരാം. സിസ്റ്റം ചിലപ്പം ഒന്ന് പിന്നെ എന്തെങ്കിലും ഒരു താമസം സിസ്റ്റത്തിൽ കാണിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ ഇത് സമയത്ത് നടന്നിട്ടില്ലെങ്കിൽ വെറുതെ സ്ട്രെസ്. അതുകൊണ്ട് 10 മിനിറ്റ് 15 പലപ്പോഴും 10 മിനിറ്റ് മുമ്പെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഇതിൽ കൃത്യമായിട്ട് ജോയിൻ ചെയ്യും. നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാം. ഇത് ജോയിൻ ചെയ്ത് നോക്കിയാലായിരിക്കും ചിലപ്പോൾ നമുക്ക് അവിടെ എന്തെങ്കിലും, ചിലപ്പോൾ സൂം വെറുതെ പറയുന്ന അപ്ഡേറ്റ് ചെയ്യണം. അതിനെടുക്ക് 2-3 മിനിറ്റ് സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ കുറച്ച് നേരത്തെ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സ്ട്രെസ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് സമയത്ത് സാധാരണഗതിയിൽ അത്രയും ഇതില്ലാത്ത സമയത്തൊക്കെ നേരത്തെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ ജനറലി ആരോടും കച്ചറക്ക് പോകാറില്ല. ഇനിയിപ്പോൾ അവർ തർക്കിക്കുകയാണെങ്കിൽ അതാണ്ട് സംഭവിച്ചു കൊടുത്തേക്കും. നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമുക്ക് നഷ്ടമില്ല, നമ്മുടെ ഉറക്കം പോകില്ല, ഒന്നും പോകില്ല. അവർ പറയുന്നത് നിങ്ങൾ പറയുന്നതാണ്ട് ശരിയെന്ന് നമുക്ക് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ സംഗതികൾ. പിന്നെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ കമ്പാരിറ്റീവ്ലി ഞാൻ നേരത്തെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് PPT ഉണ്ടാക്കുന്ന കാര്യമാവട്ടെ, ഏത് കാര്യമാവട്ടെ. കൗൺസിലിങ്ങിനാണെങ്കിൽ എനിക്ക് പറ്റുന്ന സമയം ഞാൻ കൊടുക്കാം. എനിക്ക് ഫ്രീ ആയിട്ട് പിന്നെ ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ പോകാൻ പറ്റുന്ന സമയം ഞാൻ കൊടുക്കാം. ഇങ്ങനെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും. ഡെയിലി ഹസിൽസ് നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറേ സ്ട്രെസ് കുറയ്ക്കാൻ പറ്റും. പലപ്പോഴും ആളുകൾ പിന്നെ ചെയ്യാമെന്ന് കരുതി അവസാന നിമിഷത്തേക്ക് മാറ്റി വെക്കുന്നത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇതൊക്കെ അൾട്ടിമേറ്റ്ലി ബാധിക്കുക നമ്മുടെ ബ്രെയിൻ വേവ്സിനെയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രത്യേകത. പിന്നെ ഇതിന്റെ പ്രത്യേകത അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. സർ, ഈ ഫുഡും സ്ലീപ്പും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? ഫുഡും സ്ലീപ്പും തമ്മിൽ വളരെ വലിയ കണക്ഷൻ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ഉറങ്ങുന്നതിന്റെ 2 മണിക്കൂർ മുമ്പെങ്കിലും നിങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഉറക്കം ശരിയാവില്ല. നമ്പർ 1. നമ്പർ 2, ചില ഫുഡുകൾ, സ്പൈസി ഫുഡുകൾ നമ്മുടെ ഉറക്കത്തെ നന്നായിട്ട് പ്രതികൂലമായിട്ട് ബാധിക്കും. നന്നായിട്ട് സ്പൈസി ആയിട്ടുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നത്. അതേപോലെ തന്നെ നോൺ വെജ് നമുക്ക് ആവശ്യത്തിൽ കൂടുതൽ കഴിക്കുന്നത് നമ്മളെ ഉറക്കത്തിനെ നന്നായിട്ട് ബാധിക്കും. അതേപോലെ തന്നെ നമ്മൾ പിന്നെ ആവശ്യത്തിൽ കൂടുതൽ ഫുഡ് കഴിക്കുന്നതോ ആവശ്യത്തിന് കഴിക്കാതിരിക്കുന്നതോ നമ്മളെ ബാധിക്കും. ഇതൊക്കെ ഉറക്കത്തിനെ ബാധിക്കും. വിശന്നാൽ ഉറക്കം വരില്ല. വയറ് ഫുള്ളായാലും നമുക്ക് ഉറക്കം വരില്ല. വെള്ളം ഫുള്ളായാലും ഉറക്കം വരും, പക്ഷെ അതൊരു മയക്കായിരിക്കും. ഒരിക്കലും ഈ പറയുന്ന സ്റ്റേജസിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് 4 കാര്യങ്ങൾ. 1, പ്രോപ്പർ സ്ലീപ്പ് ആൻഡ് റെസ്റ്റ്. 2, പ്രോപ്പർ എക്സസൈസ്. 3, പ്രോപ്പർ ഫുഡ്. 4, പ്രോപ്പർ മെന്റൽ കണ്ടീഷൻ. ഇത് 4ഉം കോറിലേറ്റഡ് ആണ്. ഇത് 4ഉം കണക്റ്റഡ് ആണ്. ഇത് 4ഉം ഓക്കെ ആയിട്ടില്ലെങ്കിൽ നമുക്കത് ഉറക്കത്തിനെ ബാധിക്കുന്നുള്ളത്. മോമൻജി, ഈ ഫുഡിന്റെ കാര്യം പറയുമ്പോൾ അതില് ഈ നോൺ വെജിന്റെ കാര്യത്തിൽ അവർ പറയുന്നതിന്റെ റീസൺ പറയുന്നത് ഡൈജഷൻ കംപ്ലീറ്റ് ആവാതെ ഇരുന്നാൽ അതാണ് നമ്മളുടെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ഈസിലി ഡൈജസ്റ്റബിൾ ആയിട്ടുള്ളത് കഴിക്കുക. ടൈം കൂടുതൽ എടുക്കുന്ന റെഡ് മീറ്റ് പോലെയുള്ളതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ കംപ്ലീറ്റ് ചെയ്യില്ല ഈ 2 മണിക്കൂറിൽ. അപ്പൊ ലൈറ്റ് ഫുഡ് രാത്രി കഴിക്കുന്നത് നല്ലതെന്ന് പറയുന്നതിന്റെ ഒരു റീസൺ അതാണ്. അൺഡൈജസ്റ്റഡ് ഫുഡ് ഡൈജഷൻ നടക്കുമ്പോൾ നമ്മളുടെ സ്ലീപ്പ് എപ്പോഴും ഡിസ്റ്റർബ്ഡ് ആവും. അതാണ് അതിന്റെ ഒരു കാരണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, ഈ നോൺ വെജ് കഴിക്കുന്ന ജീവികൾ, ഇപ്പൊ ഒരു പുലി ഒരു മാനിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ആ ദിവസം അല്ലെങ്കിൽ ആ ദിവസവും തൊട്ടടുത്ത ദിവസവും അതിന് ഫുഡ് വേണ്ട. കാരണം ഇത് ദഹിക്കാനുള്ള ഒരു സമയമുണ്ട്.
ആ സമയം വരെ അത് റെസ്റ്റ് എടുക്കുകയാണ് ചെയ്യും. പക്ഷെ നമ്മള് ഒരു ഫുഡ് കഴിച്ച് അതിന്റെ മുകളിൽ പോയിട്ട് അതിന് പല കാര്യങ്ങളും നമ്മൾ പറയും. സുഹൃത്തുക്കൾക്ക് വേണ്ടി പലർക്ക് വേണ്ടിയിട്ട് നമ്മൾ പല ഫുഡ് കഴിക്കും. അപ്പൊ നോൺ വെജ് കഴിക്കുന്ന സമയത്ത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ കഴിച്ച് നമ്മളത് ഡൈജഷനുള്ള സമയം കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഡൈജസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറക്കത്തിന് അത് ബാധിക്കും. എന്നാൽ ബ്രെയിനിലേക്ക് പോകേണ്ട ബ്ലഡ് ഫുഡ് ദഹിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ ആമാശയത്തിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ബ്രെയിനിൽ ഓക്സിജൻ കുറയും. ബ്രെയിനിൽ ഓക്സിജൻ കുറയുമ്പോൾ ബ്രെയിൻ സെല്ലിൽ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡ് ക്ലീൻ ചെയ്യുന്നതും കുറയും. രണ്ട് ഫങ്ഷൻ ഉണ്ട്. നമ്മളെ പിന്നെ ഫ്രഷ് ഓക്സിജൻ നമ്മൾ പിന്നെ സെല്ലിൽ എത്തിക്കുന്നതും പിന്നെ ഈ സെല്ലിലുള്ള വേസ്റ്റ് കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് എത്തിക്കുന്നതൊക്കെ ബ്ലഡാണ്. അപ്പൊ അവിടെ നമുക്ക് ബ്രെയിനിലേക്ക് കൃത്യമായിട്ട് ബ്ലഡ് പോവേണ്ടതുണ്ട്. അതിനൊക്കെ ബാധിക്കും നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. സാറോട് ചോദിച്ചോട്ടെന്ന്, അതായത് നമ്മൾ ഈ കേരളത്തിലെ വീട്ടിൽ ഇപ്പോൾ ആരെങ്കിലും ഇങ്ങനെ നേരത്തെ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഡിന്നർ ഇപ്പോൾ നമ്മളൊക്കെ എൻ്റെ വീട്ടിലൊക്കെ 9:30-10 മണിക്കൊക്കെയാണ് കഴിക്കാൻ തന്നെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നേരത്തെ ആക്കി നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അത് നമ്മൾ തമ്മിലുള്ള പ്രശ്നമായി മാറും. അങ്ങനെ അപ്പോൾ അത് നമ്മൾ നിർത്തിയിട്ട് പിന്നെ 9 മണി 9:30-10 മണിക്കൊക്കെ തന്നെയാണ് കഴിക്കുന്നത്. പിന്നെ നമ്മൾ 2 മണിക്കൂർ നോക്കിക്കഴിഞ്ഞാൽ 12 മണിയായിപ്പോവും. നമ്മൾ 11 മണിക്ക് തന്നെ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കിടക്കും. നമുക്ക് അറിയാം ആ സമയത്ത് എന്തായാലും ഇത് ഡൈജസ്റ്റ് ആവില്ല. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ ഫ്രണ്ട്സിൻ്റെ അടുത്തും മറ്റുള്ള വീട്ടിലൊക്കെ നോക്കിയാലും ഒരു 90% വീട്ടിലും 9:30 ശേഷം അല്ലെങ്കിൽ 9:30 9 മണിക്കൊക്കെയാണ് ഭക്ഷണം കഴിക്കുന്നത് തന്നെ. അത് തന്നെ ഭയങ്കര ഒരു ഇഷ്യൂ അല്ലേ? ഹോസ്പിറ്റലുകളിൽ ഇങ്ങനെ കുറേ പൊന്തി വരുന്നതിൻ്റെ ഒരു കാരണം ഇതൊക്കെ തന്നെ അല്ലേ? നമുക്ക് പേടിക്കാനൊന്നുമില്ല. കാരണം അത്രയധികം ഹോസ്പിറ്റലുകൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇവർക്കൊക്കെ ഉള്ള എന്താന്ന് വെച്ചാൽ പിന്നെ റിസോഴ്സുകൾ എന്ന് പറയുന്നത് നമ്മളാണല്ലോ. അതിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ് ഈ ഇത് എന്ന് പറയുന്നത്. നിയാസ് ഭായ്, നിങ്ങൾക്ക് ഡിഫറെന്റ് ആയിട്ട് തിങ്ക് ചെയ്ത് നിങ്ങൾക്ക് അതിനെ ലീഡറായി ഫോളോ ചെയ്യാൻ ആക്കിയാൽ മതി. അതിൽ ആരും അഭിപ്രായ വ്യത്യാസം പറയും തോന്നണില്ല. കാരണം യു ക്യാൻ എക്സ്പ്ലെയിൻ, പറഞ്ഞു കൊടുക്കാലോ ഇതൊക്കെയാണ് അതിന്റെ പുറകിലെ റീസൺസ്, സയന്റിഫിക് ആയിട്ട് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് എന്ന് ക്ലാരിഫൈ ചെയ്ത് കൊടുത്താൽ മനസ്സിലാവൂലേ? അപ്പം നമുക്ക് വരാൻ സാധ്യതയുള്ള ഒരു ചോദ്യമുണ്ട്. ഇങ്ങനൊക്കെ ഫുഡ് കഴിച്ച് ഒരാളെ പേര് പറഞ്ഞിട്ട് അയാൾക്ക് അറ്റാക്ക് വന്നില്ലേ? ഇങ്ങനെയുള്ള ഉത്തരം പറയുമ്പോൾ മനോഹരമായി ചിരിക്കുകയും നമ്മൾ നമ്മളുടെ രീതി ഫോളോ ചെയ്യുകയും ചെയ്യുക എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തണം. പിന്നെ ഈ ഫുഡ് കഴിഞ്ഞിട്ട് 2 മണിക്കൂർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും 8 മണിക്ക് ശേഷം ഫുഡ് കഴിക്കരുത് എന്നുള്ളത്. നമ്മളത് നമ്മൾ 2 മണിക്കൂർ 10 മണിക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് 12 മണി വരെ ഉറക്കം വയ്ക്കുക എന്നുള്ളതല്ല. 8 മണിക്ക് ശേഷം നമ്മൾ അതിന് പറയുന്ന വാക്ക് തന്നെ സപ്പർ എന്നുള്ളതാണ്. സപ്പർ മീൻസ് ബിഫോർ 8 നമ്മൾ കഴിക്കുന്നതിനെ സപ്പർ എന്ന് നമ്മൾ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാനിപ്പോൾ മീനാക്ഷി മാഡം പറഞ്ഞതിൽ ഇപ്പം നേരത്തെ മുഹമ്മദ് സാർ പറഞ്ഞ പോലെയാണ്, കൂടുതൽ അങ്ങോട്ട് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാൻ നോക്കരുതില്ല. നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം പറഞ്ഞിട്ട് ശരിയാക്കില്ലെങ്കിൽ പിന്നെ അതങ്ങ് വിട്ടേക്കില്ല. പിന്നെ അല്ലെങ്കിൽ അത് ടെൻഷനാവും വേറെ. നമ്മളെ കാര്യം നോക്കാൻ ഈ ദുനിയാവിൽ നമ്മളേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് വേറെ ആരും നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് പാടുപെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ നമ്മളുടെ സിസ്റ്റം അതെന്താണെങ്കിലും ശരി, അത് ശരിയാക്കാൻ വിചാരിച്ചാൽ നടക്കുന്നുള്ളൊരു സംശയമൊന്നുമില്ല. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആളുകളെ നമുക്ക് കാണാൻ പറ്റും. റൈറ്റ്. അപ്പം ഞാൻ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് വീണ്ടും ഡിസ്കഷനിലേക്ക് വരാം. ഇത് തീരണല്ലോ. അപ്പൊ ഒന്നാമത്തെ കാര്യം, ബ്രെയിൻ സിങ്ക് ടെക്നോളജി എന്ന് പറഞ്ഞ ആദ്യത്തത് റിമൂവ് സ്ട്രെസ് ആണ്. സ്ട്രെസ് റിമൂവ് ചെയ്യേണ്ടതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. പിന്നെ ഗുഡ് സ്ലീപ്പാണ്. സ്ട്രെസ് ഇല്ലെങ്കിൽ ഗുഡ് സ്ലീപ്പ് കിട്ടും. പിന്നെ ഓവറോൾ ബ്രെയിൻ ഹെൽത്ത്, മൊത്തത്തിലുള്ള ബ്രെയിൻ ഹെൽത്തിന് ഈ സംഗതി അത്യാവശ്യമാണ്. റൈറ്റ്. പിന്നെ നമ്മൾ ബ്രെയിൻ വേവ് ട്രെയിനിങ്, ബ്രെയിൻ വേവിനെ നമുക്ക് എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ടു ലിബറേറ്റ് ബ്രെയിൻ ഫ്രം ഇറഗുലർ ഫങ്ഷൻ, നമ്മുടെ ഉദ്ദേശം ബ്രെയിനിനെ ഇറഗുലർ ഫങ്ഷൻ ചെയ്യുന്നതിൽ നിന്ന് ഫ്രീ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിന് നമ്മൾ വേണ്ട സംഗതി ഇതാണ്, സിങ്ക്രണൈസിങ് ദ ബ്രെയിൻ. ബ്രെയിനിനെ നമ്മൾ ആ രീതിയിൽ ഇംപ്രൂവ് അവർ ഇന്റലിജൻസ് ത്രൂ ഔട്ട് ലൈഫ്. നമ്മൾ ബ്രെയിൻ ഫങ്ഷൻസ്, ഈ ബ്രെയിൻ വേവ്സ് നോർമൽ ആണെങ്കിൽ നമ്മുടെ ഇന്റലിജൻസിന് വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല. ബ്രെയിൻ ഫങ്ഷൻ ആണല്ലോ ഇന്റലിജൻസ്. അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ ട്രെയിൻ ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇംപ്രൂവ് പെർഫോമൻസ് ഇൻ റീഡിങ് കോംപ്രിഹെൻഷൻ, നമ്മൾ പ്രധാനമായിട്ടും നമ്മൾ പിന്നെ എൻ്റെ ഒരു അനുഭവം, കാരണം ഞാൻ ഈ ലേണിംഗ് ഡിസബിലിറ്റി മാനേജ് ചെയ്യുന്ന സംഗതികളിലൊക്കെയും
ഉറക്കും ഫുഡും അതിൻ്റെ കൂടെ കൊടുത്ത സമയത്ത് ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റെമഡിയേഷനൊക്കെ കൊടുക്കുന്ന സമയത്ത് പിന്നെ നമ്മൾ നമ്മൾ പറയുന്ന ഒരു വാക്ക് തന്നെ ഉണ്ട്, സൈക്കോ നോർമൽസി ഡയറ്റ് എന്ന് പറയും. നമ്മൾ ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന ഒരു ഡയറ്റിന് പറയുന്ന സംഗതി സൈക്കോ നോർമൽസി ഡയറ്റ്. നമ്മളെ മനസ്സിനെയും ബ്രെയിനിനെയും ഒക്കെ നോർമൽ ആകുന്ന ഒരു ഡയറ്റ് സിസ്റ്റം. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയാറുള്ളത് പലപ്പോഴും ആദ്യം നമ്മൾ ഷുഗർ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. നമ്മുടെ ബ്രെയിൻ വേവിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സാധനം ശരിക്കും ഷുഗറാണ്, എസ്പെഷ്യലി വൈറ്റ് ഷുഗർ. നമ്മളൊന്നും പറയുന്നതല്ല, MBBSന്റെ ഫസ്റ്റ് ഇയർ ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ ഷുഗറിന് പറയുന്ന പേര് വൈറ്റ് പോയിസൺ എന്നുള്ളതാണ്. ആ വാക്ക് തന്നെയാണ് അതിൻ്റെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്, വൈറ്റ് പോയിസൺ എന്നുള്ള വാക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ഷുഗർ ഒഴിവാക്കുക എന്നുള്ളത്, പിന്നെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഈ കുറച്ചുകൂടി നമ്മൾ ബ്രെയിൻ ഫ്രണ്ട്ലി ഫുഡുകൾ കഴിക്കുക എന്നുള്ളതൊക്കെയും തന്നെ പെർഫോമൻസ് കൂട്ടുന്നതിന് നല്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞത് അതാണ്. റെമഡിയേഷൻ കൊടുക്കുന്ന സമയത്ത് റീഡിങ് കോംപ്രിഹെൻഷൻ, റൈറ്റിംഗ് കോംപ്രിഹെൻഷൻ ഒക്കെ മെച്ചപ്പെടുത്തുന്നതിന് വലിയ പങ്കുണ്ടായിട്ടുണ്ട്. അതുപോലെ മെമ്മറി റിലേറ്റഡ് ടാസ്ക് ഇതൊക്കെ കൂടും. ഇംപ്രൂവ് ലോജിക് ഹാൻഡിലിംഗ് ആബിലിറ്റീസ്, ഒരു പ്രശ്നത്തെ നമുക്ക് കാര്യകാരണ സഹിതം കൈകാര്യം ചെയ്യുന്നതിനൊക്കെയും തന്നെ നമുക്ക് ഈ പറയുന്ന ബ്രെയിൻ വേവ് ശരിയാക്കുക വഴി. ബ്രെയിൻ വേവ് ശരിയാക്കുക എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ നേരത്തെ പറഞ്ഞ ഉറക്കത്തിനെ നമ്മൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ബ്രെയിൻ സിങ്ക് ഓഡിയോ പ്രോഗ്രാംസ്. ഇനി നമുക്ക് എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ലിസൺ ടു വാരിയസ് കൈൻഡ് ഓഫ് മ്യൂസിക് ടു റിഫ്രഷ് ദ മൈൻഡ്. നമ്മളേറെ കേട്ട് പരിചയമുള്ള ഒരു വാക്കാണ് മ്യൂസിക് തെറപ്പി. നമുക്ക് ശരിക്കും ഞാൻ അവസാനം ഒരു യൂട്യൂബ് ലിങ്ക് ഷെയർ ചെയ്യാം, നിങ്ങൾക്ക് അവിടെ കയറിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിന് പറ്റുന്ന ഇഷ്ടം പോലെ മ്യൂസിക്കുകൾ, സ്ലീപ്പ് മ്യൂസിക്കുകൾ ലഭ്യമാണ്. നമ്മൾ കിടക്കാൻ സമയത്തും ഉറങ്ങുന്ന സമയത്തൊക്കെ ഇത്തരത്തിൽപ്പെട്ട മ്യൂസിക്കുകൾ റെഗുലർലി കേൾക്കുന്നത് നന്നായിരിക്കും. നമുക്കിപ്പം പലതരത്തിലുള്ള മ്യൂസിക്കുകൾ യൂട്യൂബിൽ തന്നെ ലഭ്യമാണ്. നമുക്ക് ഫോണ് കാണരുതെന്നുള്ളൂ, നമുക്ക് വളരെ കൃത്യമായിട്ട് കേൾക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല ഇത്തരത്തിൽപ്പെട്ട മ്യൂസിക്കുകൾ ഉപയോഗിച്ച്. അപ്പം ബ്രെയിൻ വേവ് ട്രെയിനിങ്ങിന് ഏറ്റവും നല്ലൊരു മെത്തേഡ് നമ്മൾ മ്യൂസിക്കുകളാണ്. അത് വളരെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബ്രെയിൻ വേവ് മ്യൂസിക്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ആന്റി ഡിപ്രസന്റ് ബൂസ്റ്റ് നമുക്ക് വേണമെങ്കിൽ, ഇനി ഡിപ്രഷനുള്ള ആളുകൾക്കാണെങ്കിൽ എന്ത് ചെയ്യേണ്ടതുണ്ട്, ആന്റി ഡിപ്രസന്റ് കഴിക്കണം അവർ. കാരണം ബ്രെയിൻ വേവിനെ ഏറ്റവും തടസ്സപ്പെടുത്തുന്ന അസുഖങ്ങളിൽ ഒന്ന് ഡിപ്രഷൻ. ഒന്നുകിൽ ഉറക്കം കൂട്ടും, അല്ലെങ്കിൽ ഉറക്കം കുറയ്ക്കും, അല്ലെങ്കിൽ ബ്രെയിൻ വേവിന്റെ കംപ്ലീറ്റ് സിസ്റ്റത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് മ്യൂസിക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ശരിക്കും ഡീപ്പ് റെസണൻസ് മ്യൂസിക്കുകൾ വളരെ പിന്നെ നമ്മളിൽ കൃത്യമായിട്ട് ഇൻസൈറ്റ് ഉണ്ടാക്കുന്നതിന് വരെ നമ്മൾ ശരിക്ക് നല്ല ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള മ്യൂസിക്കുകൾ നമുക്ക് ഇഷ്ടമാണല്ലോ അല്ലെ. റിലാക്സ് ദ മസിൽസ്. വെറുതെ മ്യൂസിക്കും കേട്ട് കണ്ണടച്ച് കിടന്നാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി റിലാക്സ്ഡ് ആവും. അത് വളരെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്, നമുക്ക് മസിൽസ് റിലാക്സ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ പേടി ഒഴിവാകുന്നതിന് റിലാക്സേഷൻ നല്ലതാണ്. ഇതൊക്കെ ഉള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുള്ള ടെക്നിക്കും അതാണോ, റിലാക്സേഷനാണ് നമ്മൾ കൊടുക്കാറുള്ളത്. അതുപോലെ സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഡീപ്പ് റിസൊണൻസ് മ്യൂസിക്കുകൾ വളരെ ഹെൽപ്ഫുൾ ആണ്. അതുപോലെ നെഗറ്റീവ് തോട്ടുകൾ കുറയ്ക്കുന്നതിന് പിന്നെ ഡീപ്പ് റെസൊണൻസ് മ്യൂസിക്കുകൾ, ഒരു മോഡൽ ഞാൻ നിങ്ങളെ കേൾപ്പിക്കും, പിന്നെ നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്കും നിങ്ങൾക്ക് തരാം. എന്നിട്ട് ആ ലിങ്ക് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ അതൊന്നും വേണ്ട, നമുക്ക് ഡീപ്പ് റെസൊണൻസ് മ്യൂസിക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ പറയുന്ന മ്യൂസിക്കുകൾ നമുക്ക് കിട്ടും. യെസ്. അപ്പോൾ നമുക്ക് ഉപയോഗിക്കേണ്ട വിവിധ തരത്തിലുള്ള സ്ലീപ്പ് മ്യൂസിക്കുകൾ നമുക്കൊന്ന് നോക്കി പോവാം. ഒന്ന് സ്ലോ വേവ് സ്ലീപ്പ് മ്യൂസിക് ആണ്. നമുക്ക് സാധാരണ ഈ മ്യൂസിക് കേൾക്കുക വഴി നമ്മൾ പോകുന്നത് ആൽഫ സ്റ്റേറ്റിലേക്കാണ്. മ്യൂസിക് അങ്ങനെ കേട്ട് നമ്മൾ കടന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റീജനറേറ്റീവ് ആണ്. ഡീജനറേറ്റീവ് അല്ല, റീജനറേറ്റീവ് ആണ്. നമ്മുടെ ബ്രെയിനിന്റെ ഫങ്ഷന് കൂടുതൽ നന്നാക്കുന്നതിന് സ്ലോ വേവ് സ്ലീപ്പ് മ്യൂസിക്കുകൾ. നമ്മൾ ഈ മ്യൂസിക് കേട്ടാൽ മെല്ലെ നമ്മൾ ആൽഫ സ്റ്റേറ്റിലേക്ക് പോവുകയുള്ളൂ. അതേപോലെ ആൽഫ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക്, തീറ്റ സ്റ്റേറ്റിലേക്ക് നമ്മൾ സാവകാശത്തിലേ പോവുകയുള്ളൂ എന്നുള്ളത് കൊണ്ട് ബ്രെയിനിൽ വളരെ ഇഫക്റ്റീവായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യുന്നുള്ളതാണ്. അതുപോലെ റെസ്റ്റ്ഫുൾ സ്ലീപ്പ്.
അത്തരം മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ്ഫുൾ സ്ലീപ്പ്, നമുക്ക് നല്ല സുഖമുള്ള ഉറക്കം കിട്ടും. അതുപോലെ തന്നെ ഹെൽത്തി സ്ലീപ്പ് പാറ്റേൺ രൂപപ്പെടുത്തുന്നത്. അന്നേരം പാറ്റേൺ എങ്ങനെയാണ് രൂപപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു മ്യൂസിക് ഡെയിലി കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പാറ്റേണിലുള്ള മ്യൂസിക് ഡെയിലി കേൾക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, ആ മ്യൂസിക് കേൾക്കുമ്പോഴേക്ക് നമ്മുടെ ബ്രെയിൻ അത് മനസ്സിലാക്കിയെടുക്കും ഇത് ഉറങ്ങാനുള്ളതാണ്. അപ്പം മെല്ലെ നമ്മൾ ആ മ്യൂസിക് കേൾക്കുമ്പോഴേക്ക് തന്നെ നമുക്ക് ഉറക്കം വരും. ഇത് ഞാൻ എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഈ ഉറക്ക് ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ചെയ്ത് നോക്കിയ സമയത്ത് മിക്ക ആളുകളിലും റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നോർമൽ കേസിൽ, അതേസമയത്ത് പിന്നെ സിവിയർ ഡിപ്രഷനൊക്കെ ഉള്ള ആളുകൾക്ക് മെഡിസിൻ കഴിക്കേണ്ടത് വരും. നമ്മൾ മ്യൂസിക്കുകൾ പക്ഷെ അത് സെലക്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്ലോ വേവ് മ്യൂസിക് ആണെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് എന്ത് ചെയ്യും വെച്ചാൽ അത് തന്നെ ആയിരിക്കും. പിന്നെ അവർ പറയുന്ന ഒരു കംപ്ലൈന്റ് ഇതാണ്, ഇപ്പൊ ആ പാട്ട് കേട്ടിട്ടില്ലെങ്കിൽ ഉറക്കം വരില്ല എന്ന്. അത് നമ്മുടെ ബ്രെയിൻ്റെ ഒരു പ്രശ്നമാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ ശീലാക്കി കഴിഞ്ഞാൽ, ഉറക്കമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തെങ്കിലും ശീലമാക്കി കഴിഞ്ഞാൽ അതങ്ങനെ തന്നെയാണ്. ഇത് ഉറക്കത്തിൽ മാത്രമല്ല, ഈ രാവിലെ ടോയ്ലറ്റ് പോകുന്ന ആളുകൾ കണ്ട്, ചില ആളുകൾക്ക് സിഗരറ്റ് വലിച്ചാലേ ഡൗൺലോഡിങ് നടക്കൂ. അങ്ങനത്തെ ഒത്തിരി ആളുകളുണ്ട്. വേറെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ ഒരു കട്ടൻ ചായ കുടിച്ചാലേ എന്താവുള്ളൂ, ഈ സംഗതി നടക്കുകയുള്ളൂ. ഇത് എവിടുന്ന് വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിൻ അത് കണ്ടീഷൻ ചെയ്തെടുത്തത്. അങ്ങനെ ചെയ്തതിന് ശേഷം ചെയ്താലേ ഇത് പറ്റുള്ളൂ എന്നുള്ളത് കണ്ടീഷൻ ചെയ്തെടുത്ത പ്രശ്നമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താലും അത് പാറ്റേൺ ആയിട്ട് മാറും. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ന്യൂറൽ കണക്ഷൻസ് രൂപപ്പെടും. നിങ്ങളിപ്പോൾ ഒരാഴ്ച ടോയ്ലറ്റ് പോണ സമയത്ത് അതിൻ്റെ മുമ്പ് കാപ്പി കുടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രെയിന് ഒരു കാര്യം മനസ്സിലാക്കും, കാപ്പി കുടിക്കുന്നത് നമുക്ക് ടോയ്ലറ്റിൽ പോവാനാണ് എന്നുള്ള രൂപത്തിൽ ഒരു ന്യൂറൽ പാത്ത് അവിടെ കണക്ട്. ഇതുപോലെ പാട്ട് കേട്ട് കഴിഞ്ഞാൽ നമുക്ക്, പക്ഷെ ഇന്നത്തെ കാലത്ത് പാട്ടിന് അഡിക്റ്റ് ആയി പോയി വിചാരിച്ച് പേടിക്കാനൊന്നുമില്ല. ഫോണ് കയ്യിലുള്ളതുകൊണ്ട് എവിടുന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ പാട്ടുകൾ കേൾക്കാൻ പറ്റും. പാട്ട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആവേശം സിനിമയിലെ പാട്ട് പോലത്തെ പാട്ടാവരുത്, ഉറക്ക് പോക്കുന്ന പാട്ടാവരുത്. സ്ലോ വേവ് മ്യൂസിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ലോ വേവ് മ്യൂസിക് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. റിഫ്രഷ് ചെയ്യപ്പെടും നമ്മൾ അങ്ങനെ ഇതായി കഴിഞ്ഞാൽ. ഇനി നമ്മൾ അറിയാലോ ഹെമിസ്ഫിയറിക് സിങ്ക്രണൈസേഷൻ. നമുക്ക് ബ്രെയിനിന് 2 ഹെമിസ്ഫിയർ ഉണ്ട്, ലെഫ്റ്റും റൈറ്റും ആണ് എന്നുള്ളത് നമുക്ക് അറിയാം അല്ലെ. മോസ്റ്റ് ഓഫ് us tend to use one side of the brain, whether the either part is less favored. ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസ സിസ്റ്റം നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ബ്രെയിൻ ഓറിയന്റഡ് ആണ് നമ്മുടെ വിദ്യാഭ്യാസ സിസ്റ്റം മിക്കവാറും. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഈ കാണാതെ പഠിക്കുന്നത്, ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്, നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നിങ്ങൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എഴുതുന്നത്, നിങ്ങൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് ഫുഡ് കഴിക്കുന്നത്, ഇതൊക്കെ ശരിക്കും ലെഫ്റ്റ് ഹെമിസ്ഫിയറിന് ഫേവറാണ്. റൈറ്റ് ഹെമിസ്ഫിയറിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യുന്നില്ല. പക്ഷെ മ്യൂസിക് കേൾക്കുമ്പം ആക്റ്റീവ് ആവുന്നത് ശരിക്ക് റൈറ്റ് ഹെമിസ്ഫിയർ നന്നായിട്ട് ആക്റ്റീവ് ആവുന്നുണ്ട്. പ്ലസ് ലെഫ്റ്റ് ഹെമിസ്ഫിയറുമായിട്ട് സിങ്ക്രണൈസ് ചെയ്യപ്പെടുന്നുണ്ട്. മ്യൂസിക് ഇതാവുന്ന സമയത്ത്, ഡാൻസ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ കഥ എഴുതുന്ന സമയത്ത്, കവിത എഴുതുന്ന സമയത്ത്, ക്രിയേറ്റീവ് മൂവ്മെന്റ് നടത്തുന്ന സമയത്ത്, നിങ്ങൾ പ്രണയിക്കുന്ന സമയത്ത്, ഇങ്ങനെ ഇത്തരം ക്രിയേറ്റീവായ ഏത് കാര്യങ്ങൾ ചെയ്യുന്ന സമയത്തും നമ്മുടെ ബ്രെയിൻ്റെ റൈറ്റ് സൈഡ് കൂടി ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ ഒന്ന് അത്തരം ആക്ടിവിറ്റീസ് കൂട്ടുക. അതിലിവിടെ നമ്മൾ പറയുന്നത് മ്യൂസിക്കുകളാണ്. ബ്രെയിൻ വേവ് ട്രെയിനിങ് വിൽ സപ്പോർട്ട് ഹോൾ ബ്രെയിൻ തിങ്കിങ്. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഹോൾ ബ്രെയിൻ തിങ്കിങ് കുറച്ചുകൂടി എളുപ്പമാകും. 2 ഹോൾ ബ്രെയിൻ എന്ന് പറയുന്നത് നമുക്ക് ലെഫ്റ്റ് ബ്രെയിൻ തിങ്കിങ് ഉണ്ട്, റൈറ്റ് ബ്രെയിൻ തിങ്കിങ് ഉണ്ട്. ഇത് രണ്ടിനെയും കൂടി ഒരുമിച്ച് ഉപയോഗിക്കുന്ന സമയത്താണ് ഹോൾ ബ്രെയിൻ. ഹോൾ ബ്രെയിൻ ആണ് നമ്മൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. പക്ഷെ ക്രിയേറ്റീവ് പാർട്ട് കൂടി ഉൾപ്പെടുത്തുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ഹോൾ ബ്രെയിൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അത്തരം ആക്ടിവിറ്റീസ് ചെയ്യണം. അതിൽപ്പെട്ട ഒന്നാണ് ശരിക്കും നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന മ്യൂസിക് എന്ന് പറയുന്നത്. ഇപ്പൊ ബ്രെയിൻ സിങ്കിൽ നമ്മൾ പറയുന്ന അതിന് പറയുന്ന ഇത്തരം മ്യൂസിക്കുകളാണ് നമ്മൾ ഉപയോഗിക്കുക. ബൈന്യൂറൽ ബൈന്യൂറൽ ബീറ്റ് ഫ്രീക്വൻസീസ് എന്നുള്ളത് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 2 സൈഡിനെയും ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ പിന്നെ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇപ്പം നമുക്ക് മുമ്പ് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്ന, നമുക്ക് ചില ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ഒരാളായിരുന്നു നമ്മുടെ സുമം മേം.
സുമം ആർ എന്ന് പറയുന്ന നല്ലൊരു ഹിപ്നോതെറപ്പിസ്റ്റാണ്. അവർ നടത്തിയ ചില എക്സ്പെരിമെന്റ്സ് ഉണ്ട്. എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഒരാളെ ആൽഫ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തപ്പോൾ അവരുടെ ഒരു സഹായി കൂടി ഉണ്ട് അവിടെ. രണ്ടുപേരാണ് അവിടെ കോഴിക്കോട് ഒരു ക്ലിനിക്ക് നടത്തുന്നത്. രണ്ട് ചെവിയിൽ രണ്ടാളുകൾ രണ്ട് തരത്തിലുള്ള സജഷൻ കൊടുത്തു ഒരിക്കൽ. ഒരു ഭാഗത്ത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരാള് വളരെ ഒരു തരത്തിലുള്ള സജഷൻ കൊടുത്തു, മറ്റേ ആൾ ഇതിന്റെ ഓപ്പോസിറ്റ് സജഷൻ കൊടുത്തു. ഒരു 3-4 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അവൾ വളരെ വേഗത്തിൽ റിലാക്സേഷനിലേക്ക് പോയി എന്നുള്ളതാണ്. ബ്രെയിൻ ആകെ കൺഫ്യൂഷനാണ് ഹെമിസ്ഫിയറുകൾ തമ്മിൽ, കാരണം ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്തരം മ്യൂസിക്കുകളെയാണ് നമ്മൾ ബൈന്യൂറൽ ഫ്രീക്വൻസി മ്യൂസിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഹെഡ്സെറ്റ് ഉപയോഗിക്കുന്ന സമയത്ത് രണ്ട് ചെവിയിൽ രണ്ട് ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് നമ്മൾ കേൾക്കും, രണ്ട് ഫ്രീക്വൻസിയിലുള്ള മ്യൂസിക് നമുക്ക് കേൾക്കും. ഇത് നല്ലത് കിട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണം. അത്യാവശ്യം സംഗതികൾ യൂട്യൂബിൽ ലഭ്യമാണ്, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല, പക്ഷെ നമുക്ക് കേൾക്കാൻ പറ്റും. ബൈന്യൂറൽ ഫ്രീക്വൻസീസ് എന്നുള്ളത് നമ്മൾ അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മ്യൂസിക് നമ്മൾ ശരിക്ക് ഹെഡ്സെറ്റ് ഉപയോഗിച്ച് കേൾക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ നമുക്ക് ഒരു സ്ലീപ്പി മൂഡിലേക്ക് നമുക്ക് പോകാൻ പറ്റും. അപ്പൊ അതിൻ്റെ ആ പേരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ബൈന്യൂറൽ ബീറ്റ് ഫ്രീക്വൻസീസ് ബ്രെയിൻ സിങ്ക് ചെയ്യുന്നതിന്, ഈ സിങ്ക് ചെയ്യാൻ ലെഫ്റ്റ് റൈറ്റ് ഹെമിസ്ഫിയറുകൾ തമ്മിൽ നന്നായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനേറെ സഹായകമാണ് ബൈന്യൂറൽ ഫ്രീക്വൻസി ഈ പറയുന്നത്. ഇനി നമ്മൾ ഈ സ്റ്റേറ്റുകളെ പറ്റി വളരെ വേഗത്തിൽ ഒത്തിരി കാര്യങ്ങൾ പറയാം. ബീറ്റ സ്റ്റേറ്റിന്റെ പ്രത്യേകത, നമുക്ക് ഫോക്കസ് ചെയ്യണമെങ്കിൽ ബീറ്റ സ്റ്റേറ്റ് ആക്റ്റീവ് ആവണം. അതേപോലെ നമുക്ക് അലേർട്ട്, നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് അലേർട്ട് ആവണമെങ്കിൽ, കോൺസെൻട്രേഷന് ശ്രദ്ധ കിട്ടണമെങ്കിൽ, അതേപോലെ തന്നെ നമുക്ക് എക്സാമിനൊക്കെ ബീറ്റ സ്റ്റേറ്റ് അത്യാവശ്യമാണ്. സ്പോർട്സിൽ പങ്കെടുക്കണമെങ്കിൽ ബീറ്റ സ്റ്റേറ്റ്, കാര്യങ്ങൾ അനലൈസ് ചെയ്യണമെങ്കിൽ ബീറ്റ സ്റ്റേറ്റ് വേണം, അഡ്മിനിസ്ട്രേഷന് ബീറ്റ സ്റ്റേറ്റ് വേണം, മെന്റൽ സ്റ്റാമിന മാനസികാരോഗ്യത്തിന് ബീറ്റ സ്റ്റേറ്റ് വേണം. അതുപോലെ ADD അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള ആളുകൾക്ക്, ശ്രദ്ധിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ബീറ്റ സ്റ്റേറ്റിലേക്ക് എത്തുന്നതിന് നല്ലത്. ഇതിനെത്തിക്കാൻ പറ്റുന്ന ബീറ്റ സ്റ്റേറ്റ് ആക്ടിവേഷൻ മ്യൂസിക്കുകൾ നല്ലതാണ്. മാത്രമല്ല ബാക്കി സ്റ്റേറ്റ് കിട്ടിയാലേ ഇത് നടക്കുള്ളൂ കേട്ടോ. നല്ല ഉറക്കം കിട്ടിയെങ്കിലേ ഫോക്കസും അലേർട്ട്നെസ്സും ഒക്കെ ഉണ്ടാവുള്ളൂ. ഇതിനു വേണ്ടി നമുക്ക് ബീറ്റ സ്റ്റേറ്റ് അത്യാവശ്യമാണ്. അപ്പോൾ അതിന് നമ്മൾ എന്താണ് പറയുന്നത്, ഫാസ്റ്റർ ബ്രെയിൻ വേവ്സ് ആണ്. ബീറ്റ സ്റ്റേറ്റിൽ നടക്കുന്ന സമയത്ത് ബ്രെയിൻ വേവ് വളരെ വേഗത്തിലാണ് നമ്മുടെ ബ്രെയിനിൽ വേവുകൾ മൂവ് ചെയ്യുന്നത്. 12 മുതൽ 40 ഹെർട്സ് വേഗത്തിലാണ് അത് മൂവ് ചെയ്യുന്നത്. ഇനി ആൽഫയിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അതിൻ്റെ ആവശ്യം എന്ന് വെച്ചാൽ റിലാക്സ് ചെയ്യാൻ, സമാധാനം കിട്ടാൻ, നമുക്ക് വെൽബീയിങ് ഉണ്ടാവാൻ, എൻജോയ്മെന്റ് ഉണ്ടാവാൻ, സന്തോഷം ഉണ്ടാവാൻ, നമ്മുടെ ഇൻറ്റ്യൂട്ടീവ് ഒരു പ്രശ്നത്തിന് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രൂപത്തിൽ നമ്മുടെ ബ്രെയിൻ ഫങ്ഷൻ ചെയ്യുന്നത്, നമുക്ക് ക്രിയേറ്റീവ് ആവാൻ, ആങ്സൈറ്റി കുറയ്ക്കാൻ, ഇതിനൊക്കെയും തന്നെ നമുക്കിതാണ്. ആൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ്, നമ്മുടെ ബോധത്തിന്റെ മറ്റൊരു തലത്തിലേക്ക് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ, ഇതിനൊക്കെ ആൽഫ സ്റ്റേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ അനലിറ്റിക്കൽ ലെഫ്റ്റ് ബ്രെയിൻ മെലോസ് ഡൗൺ. നമ്മൾ ശരിക്കും ആൽഫ സ്റ്റേറ്റിലേക്ക് പോണ സമയത്ത് എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് ബ്രെയിൻ ഫങ്ഷൻ കുറയുകയും റൈറ്റ് ബ്രെയിൻ ഫങ്ഷൻ കൂടുകയും ചെയ്യും. ഇപ്പം നേരത്തെ പറഞ്ഞ ബീറ്റ സ്റ്റേറ്റിൽ കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് ലെഫ്റ്റ് ബ്രെയിൻ ആണ്. ആൽഫ സ്റ്റേറ്റിലേക്ക് പോകുന്ന സമയത്ത് റൈറ്റ് ബ്രെയിൻ ആയിരിക്കും നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ക്രിയേറ്റീവ് ആവും, അതുപോലെ ചോദ്യം ചെയ്യൂല. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് ഈ ലെഫ്റ്റ് ബ്രെയിൻ ആവുന്ന സമയത്ത് അതെന്താ അങ്ങനെ, ഇതെന്താ അങ്ങനെ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. അതുകൊണ്ടാണ് നമ്മൾ റിലാക്സേഷനിലേക്ക് കൊണ്ടുപോയി ഡീപ്പൻ ചെയ്തിട്ട് ഹിപ്നോസിസിൽ സജഷൻ കൊടുക്കുന്നതിന്റെ കാരണം ക്രിട്ടിക്കൽ മൈൻഡ് ചോദ്യം ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ ആൽഫ സ്റ്റേറ്റിലേക്ക് നമ്മൾ പോയെങ്കിലേ ഇത്തരം കാര്യങ്ങൾ, ആൽഫ സ്റ്റേറ്റിലേക്ക് എന്തിനു പോകണം എന്നുള്ളതിന്റെ ഉത്തരങ്ങളാണ് ഈ പറഞ്ഞത്. ഇനി എന്തിനാണ് തീറ്റ സ്റ്റേറ്റിൽ പോകുന്നത്? നമുക്ക് പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ജീവിതത്തിൽ വിവേകത്തിലൂടെ പെരുമാറണം എന്നുണ്ടെങ്കിൽ ബ്രെയിൻ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണം. അതിന് തീറ്റ സ്റ്റേറ്റ് വേണം. എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ, നമുക്ക് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ എന്നുള്ള വാക്ക് പല അർത്ഥത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് തോന്നാറില്ലേ, ഇടക്ക് തോന്നാറില്ലേ,
അങ്ങനെ ചെയ്താൽ അത് ശരിയാവൂല എന്ന് നമ്മൾ മാറ്റിവെച്ച ചില സംഗതികൾ പിന്നീട് മറ്റുള്ളവർ ചെയ്തപ്പോൾ അപകടത്തിൽപ്പെട്ടതൊക്കെ കണ്ടിട്ട് നമുക്ക് ചിലപ്പോൾ അയ്യോ അത് ചെയ്യാതിരുന്നത് നന്നായി എന്നൊക്കെ തോന്നുന്നത് നമ്മളുടെ ബ്രെയിന് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് മുൻകൂട്ടി കാര്യങ്ങളെ കാണാനുള്ള കഴിവ് തരുന്നത് കൊണ്ടാണ്. അതിനെയാണ് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അപ്പുറത്തുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചുകൂടിയൊക്കെ നന്നായിട്ട് ഫങ്ഷൻ ചെയ്യണമെങ്കിൽ തീറ്റ സ്റ്റേറ്റിലൂടെ കടന്നു പോകണം. സ്ട്രെസ് കുറയ്ക്കണമെങ്കിൽ തീറ്റ സ്റ്റേറ്റ് വേണം. പഠനം നടക്കണമെങ്കിൽ പഠിച്ചതൊക്കെ പെർമനന്റ് മെമ്മറിയിലേക്ക് പോകുന്നത് തീറ്റ സ്റ്റേറ്റിലാണ്. സെറിനിറ്റി, നമുക്ക് നല്ല ശാന്തത കിട്ടുന്നതിന്. റീകോൾ ഡ്രീം, സ്വപ്നം ഓർക്കാൻ പറ്റണമെങ്കിലും ഈ സ്ലീപ്പ് നന്നായിരിക്കണം. നമ്മൾ റീജുവനേറ്റ് ചെയ്യപ്പെടുന്നതിന്, സ്ലീപ്പ് നന്നായിട്ട് നടക്കുന്നതിന്, ബിഫോർ ഗെറ്റിംഗ് സ്ലീപ്പ് ആൻഡ് ആഫ്റ്റർ വേക്കിംഗ് അപ്പ്. പലപ്പോഴും നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നതിൻ്റെ തൊട്ട് മുമ്പ്, നല്ല ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകുന്നതിൻ്റെ മുമ്പും അതേപോലെ തന്നെ ഉറങ്ങിയതിന് ശേഷവും നമുക്ക് ഈ പറയുന്ന സംഗതികളൊക്കെ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ തീറ്റ സ്റ്റേറ്റിലൂടെ കടന്നു പോകണം. ഉറക്കത്തിലേക്ക് പോണതിൻ്റെ മുമ്പ് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻഡ്യൂറ്റീവ് വിസ്ഡം, ലേണിങ്, നമുക്ക് നല്ല ശാന്തത ഒക്കെ കിട്ടണമെങ്കിൽ തീറ്റ സ്റ്റേറ്റ് ഉറക്കം കിട്ടണം. ഡീപ്പ് ഇൻസൈറ്റ് ആൻഡ് റിലാക്സേഷൻ, നല്ല റിലാക്സേഷനും കിട്ടും ഈ സ്റ്റേറ്റിലൂടെ കടന്നു പോയാൽ. 4 മുതൽ 7 ഹെർട്സ് വരെയാണ്. ഇനിയാണ് നമ്മൾ സാധാരണ ഇതിന് നമ്മൾ ഉപയോഗിക്കേണ്ടത് സ്ലോ വേവ് സ്ലീപ്പ്. ട്രാക്ക് 4 ഓൺ ദ ബ്രെയിൻ സിങ്ക് ഓഡിയോ പ്രോഗ്രാം. ഈ ട്രാക്ക് 4 എന്ന് പറയുന്ന മ്യൂസിക്കുകൾ നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം, ഡീപ്പ് സ്ലീപ്പിന് വേണ്ടിയിട്ട്. ഇത് കുറച്ചൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകും. സ്ലോ വേവ് ട്രാക്ക് 4 മ്യൂസിക് എന്ന് നമുക്ക് അടിച്ചാൽ അത് കിട്ടും. ലിസൺ ആൻഡ് ഫോൾ അസ്ലീപ്പ് ഇൻ 3 മിനിറ്റ്സ് എന്നാണ് പറയുന്നത്. നമുക്ക് സീരിയസ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു 3 മിനിറ്റ് നമ്മൾ ഈ സ്ലോ വേവ് സ്ലീപ്പ് ട്രാക്ക് മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉറക്കത്തിലേക്ക് പോകുന്നുള്ളതാണ്. ഇനി ഡെൽറ്റ സ്ലീപ്പിന്റെ, നല്ല ഡീപ്പ് സ്ലീപ്പിന്റെ ആവശ്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീലിംഗ്. നമ്മുടെ പല പ്രശ്നങ്ങളും സുഖപ്പെടുന്നത്. നല്ല തലവേദന ഒക്കെ ഉള്ള ഒരാൾ ഒരു ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞാൽ പലപ്പോഴും എന്ത് ചെയ്യും, നല്ല ഡെൽറ്റ സ്ലീപ്പ് കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും പല അസുഖങ്ങളും. റിന്യൂവൽ, നമ്മൾ മൊത്തത്തിലൊന്ന് എന്ത് ചെയ്യും, ശരീരവും മനസ്സും ഒക്കെ പുതുക്കപ്പെടും. ലോങ് ആൻഡ് വെരി സ്ലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബ്രെയിൻ. ഈ സമയത്ത് ബ്രെയിൻ വേവ്സ് വളരെ കണ്ടില്ല. ഇതിന്റെ ഓരോന്ന് നോക്കിയാൽ കാണാൻ പറ്റും. നമുക്ക് ബീറ്റയുടെ വേവ് നോക്കിയാൽ അതിൻ്റെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു EEG കാണുകയാണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും ബീറ്റയുടേത്. കണ്ടില്ലേ, അടുത്തുള്ള ബ്രെയിൻ വേവ് ഇതിന്റെ EEG ഇങ്ങനെ ആയിരിക്കും ബീറ്റയിൽ വരിക. ആൽഫയിലേക്ക് വരുമ്പോൾ അതൊന്നുകൂടി സ്ലോ ആയി, നമുക്ക് സ്ലോ EEG ആണ് കാണിക്കുക. തീറ്റയിലേക്ക് വരുമ്പോൾ കണ്ടോ വീണ്ടും സ്ലോ ആയി. ഇനി നമ്മളത് ഡെൽറ്റയിലേക്ക് വരുന്ന സമയത്ത് നമ്മളുണ്ടല്ലോ ഏകദേശം ചെറിയ ഇതുള്ളൂ, ഫ്ലാറ്റ് ആയിട്ടാണ് നമുക്ക് വരുന്നത്. ഇപ്പൊ ഹീലിംഗ് നടക്കാൻ ഇത് വളരെ ആവശ്യമാണ്. അപ്പൊ ഡീപ്പ് സ്ലീപ്പ് മ്യൂസിക്കുകൾ നമുക്ക് ഉപയോഗിക്കുക, സ്ലീപ്പ് തെറാപ്പി മ്യൂസിക്കുകൾ ഉപയോഗിക്കുക. അതേപോലെ തന്നെ ഡെൽറ്റ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, വളരെ നല്ലൊരു മ്യൂസിക്കാണ്. ഡെൽറ്റ 3 ഹെർട്സ് ബൈന്യൂറൽ മ്യൂസിക് യൂട്യൂബിൽ ലഭ്യമാണ്. 3 ഹെർട്സ് ബൈന്യൂറൽ മ്യൂസിക് നമുക്ക് ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം, ഒരു നോർമൽ സ്ലീപ്പ് മ്യൂസിക്. അപ്പൊ ഒന്ന് സ്വസ്ഥായിട്ടിരിക്കുക. പറഞ്ഞോളൂ. 3 ഹെർട്സ് ബൈന്യൂറൽ മ്യൂസിക്. അപ്പൊ നമുക്ക് ഞാനൊന്ന് ഷെയർ ചെയ്യട്ടെ, സൗണ്ട് കൂടി ഷെയർ ചെയ്യട്ടെ. അപ്പൊ ഒന്ന് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഒരു ചെറിയ മ്യൂസിക് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. കേട്ടാൽ ഉറങ്ങിപ്പോവാ? ഇല്ല, ബൈന്യൂറൽ അല്ല ഞാൻ കേൾപ്പിക്കുന്നത്, ഒരു നോർമൽ സ്ലീപ്പിന്റെ ഒരു പാറ്റേൺ ജസ്റ്റ് ഒന്ന് മനസ്സിലാവുന്നത്. അപ്പൊ വളരെ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക. അപ്പൊ ഒന്ന് പറയുമ്പോ ഒന്ന് കേട്ടു നോക്കണല്ലോ. കണ്ണുകൾ സാവകാശം അടക്കുക. സ്വസ്ഥായിട്ട് ശരീരം മനസ്സും ഒക്കെ അയച്ചിട്ടിരുന്നിട്ട് ഈ മ്യൂസിക് വെറുതെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക.
ഓക്കെ, നമ്മൾ തൽക്കാലം അതൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം നമുക്ക് ഇതിന്റെ വോളിയം അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്ക് ജസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് കേൾക്കാവുന്ന, ജസ്റ്റ് ചെവിയിൽ കേൾക്കാവുന്ന സൗണ്ടിൽ മാത്രം കേൾക്കണം. ഇവിടെ ഇപ്പം പലരും കേട്ടിട്ടുണ്ടാവും, പല ശബ്ദത്തിലായിരിക്കും. നിങ്ങളുടെ മറ്റേ ഇയർഫോണൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചായിരിക്കും. ഇതൊരു മോഡലാണ്. ഇങ്ങനെയുള്ള മോഡലുകൾ നമുക്ക് യൂട്യൂബിൽ ലഭ്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പേരിലുള്ള മ്യൂസിക്കുകൾ പൈസ കൊടുത്തിട്ട് വാങ്ങാൻ കിട്ടും. ഈ ബൈന്യൂറലൊക്കെ ആയിട്ടുള്ള മ്യൂസിക്കുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. വളരെ ഇഫക്റ്റീവാണ്. ഞാനത് ക്ലയൻസിന്, സാധാരണ മ്യൂസിക്കുകൾ തന്നെ പലപ്പോഴും ക്ലയൻസിന് കൊടുക്കാറുണ്ട്. ഇനി ഞാൻ കൊടുക്കാറുള്ള ചില റിലാക്സേഷൻ്റെ ഓഡിയോസിൽ മ്യൂസിക് കൂടി ഉൾപ്പെടുത്തി കൊടുക്കുമ്പോൾ കൂടുതൽ റിസൾട്ടുകൾ കിട്ടാറുണ്ട്. ഇങ്ങനെ നമുക്ക് മ്യൂസിക്കിന്റെ സാധ്യതകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതേപോലെ തന്നെ നല്ല ഉപകരണ സംഗീതങ്ങളും നമുക്കിതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും. വീണ പോലെയുള്ള സംഗതികളൊക്കെ വളരെ പിന്നെ ലൈറ്റായിട്ടുള്ള സംഗതികൾ ഇന്ന് നമുക്ക് യൂട്യൂബിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ഇതിങ്ങനെ നമ്മളിപ്പോൾ ഇരുന്നൊക്കെ എഴുതുന്നതിന് പകരം കിടന്ന് നല്ല സ്ലോ പിന്നെ വോയിസിൽ നമുക്ക് അത്യാവശ്യം കേൾക്കാവുന്ന, എന്നാൽ ഭയങ്കര ശബ്ദമൊന്നും ഇല്ലാത്ത വോയിസിൽ അങ്ങനെ കേട്ട് കണ്ണടച്ച് കളഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നേരത്തെ നിയാസ് ബോയ് പറഞ്ഞ പോലെ നമ്മുടെ മെലാട്ടോണിൻ മെല്ലെ ആക്ടിവേറ്റ് ചെയ്യപ്പെടുകയും, അഥവാ ബ്രെയിനിന്റെ മെലാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കുന്ന ഭാഗങ്ങൾ കുറച്ചുകൂടി, കാരണം ഈ മ്യൂസിക് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിലെ ഹൈപ്പോതലാമസ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇത് പിന്നെ നമുക്കറിയാലോ, നമ്മൾ ഓൾറെഡി ഉറക്കത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് എന്ന് വരുന്ന സമയത്ത് നോർമലി നമുക്ക് പിന്നെ ഈ ഒരു സമയമാവുന്ന സമയത്ത് മെലാട്ടോണിൻ ഉണ്ടാവുകയും നമ്മൾ മെല്ലെ സാവകാശത്തിൽ ഉറക്കത്തിൻ്റെ ഒരു സുഖത്തിലേക്ക് നമ്മൾ അങ്ങനെ വഴുത്തി വീഴുന്നത് കാണാൻ പറ്റും. നിങ്ങളിത് കഴിഞ്ഞതിൻ്റെ ശേഷം യൂട്യൂബിൽ കയറിയിട്ട് ഇത്തരത്തിൽപ്പെട്ട മ്യൂസിക്, സ്ലീപ്പ് മ്യൂസിക് എന്നുള്ളതോ അല്ലെങ്കിൽ സ്ലീപ്പ് തെറാപ്പി മ്യൂസിക് എന്നുള്ളതോ അല്ലെങ്കിൽ ഹിപ്നോട്ടിക് റിലാക്സേഷൻ മ്യൂസിക് എന്നുള്ളതോ അതല്ലെങ്കിൽ 3 Hz ബൈന്യൂറൽ മ്യൂസിക്, ബൈന്യൂറൽ ഫ്രീക്വൻസി മ്യൂസിക് എന്നോ അല്ലെങ്കിൽ ബൈന്യൂറൽ ബീറ്റ്സ് എന്നോ ഒക്കെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത്തരം മ്യൂസിക്കുകൾ ധാരാളമായിട്ട് കേൾക്കാൻ പറ്റും. അത് നമ്മൾ സ്ഥിരമായിട്ട് കേൾക്കുന്നത്. ഈ 4 സ്റ്റേറ്റിലൂടെയും എന്തിന് കടന്നു പോകണം എന്നുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു. കാരണം ഈ 4 സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്ന സമയത്താണ് നമുക്ക് എന്തുണ്ടാവുന്നത്? ഈ പറഞ്ഞ ബ്രെയിനിന്റെ ഗുണങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് നല്ല ഡീപ്പ് സ്ലീപ്പ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഇത്തരത്തിൽപ്പെട്ട മ്യൂസിക്കുകൾ കിട്ടുന്ന പിന്നെ യൂട്യൂബിലെ ഒരു പിന്നെ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് നോട്ട് ചെയ്ത് വെക്കാം. അല്ലാതെ തന്നെ കിട്ടും. ഇത് പിന്നെ നിങ്ങൾക്ക് അയച്ചു തരുന്ന PPTയിലുണ്ട്, നോട്ട് ചെയ്യണമെന്നില്ല, അയച്ചു തരുന്ന ഈ പിന്നെ യൂട്യൂബിൽ കയറിയിട്ട് നമുക്കിതിന് പറ്റുന്നത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പലതും ഡൗൺലോഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം പിന്നെ ഇത് റിസർച്ച് ബേസ് ചെയ്തുകൊണ്ട് യൂട്യൂബിൽ വന്നതുകൊണ്ട് നമ്മൾ പൈസ ചെയ്തിട്ട് പൈസ കൊടുത്തിട്ട് വേണ്ടി നല്ലത് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ പിന്നെ ഡൗൺലോഡ് നോട്ട് അവൈലബിൾ എന്നായിരിക്കും ചിലതിൽ കാണിക്കുക. പക്ഷെ അത്യാവശ്യത്തിനുള്ള സംഗതികളൊക്കെയും തന്നെ നമ്മൾ ഇതിന് ഉപയോഗിക്കാറുണ്ട്. മുമ്പ് ഇതിന് ഉപയോഗിച്ചിരുന്നത് CD-കളാണ്, MP3കൾ. ഇത്തരം MP3 നമുക്ക് മുമ്പ് വാങ്ങാൻ ഇഷ്ടം പോലെ കിട്ടുമായിരുന്നു, ഭയങ്കര വിലയായിരുന്നു അന്ന്. നമുക്ക് പിന്നെ ഈ സ്ലീപ്പ് മ്യൂസിക് അല്ലെങ്കിൽ സ്ലീപ്പ് വേവ് മ്യൂസിക് MP3കൾ വാങ്ങണമെങ്കിൽ നല്ല പൈസ ആയിരുന്നു മുമ്പ്. ഇപ്പോൾ പിന്നെ നമുക്ക് അത്ര പൈസയൊന്നുമില്ല. നമുക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ടോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒക്കെ ചെറിയ പൈസക്ക് ഇത്തരം മ്യൂസിക്കുകൾ നമുക്ക് വാങ്ങാൻ പറ്റും. ഇപ്പോൾ യൂട്യൂബിൻ്റെ ഒരു ലിങ്കാണ് നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്, അത് ഉപയോഗിക്കാം. അല്ലെങ്കിൽ പിന്നെ അതിനുശേഷം വന്ന കുറേ ലിങ്കുകൾ ഞാനിപ്പോൾ ഇന്നും പിന്നെ ക്ലാസ്സിൻ്റെ മുമ്പ് യൂട്യൂബിൽ കയറിയിട്ട് ഇതൊക്കെ നോക്കിയ സമയത്ത് ഇതൊക്കെ ലഭ്യമാണ് നമുക്ക്. പിന്നെ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. ഇത്തരം സ്ലീപ്പ് മ്യൂസിക്കുകൾ വെച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടുന്നുണ്ട്. എൻ്റെ ക്ലയൻസിന് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കും ഇത് ഉപയോഗിക്കാൻ പറ്റും. മ്യൂസിക്കിൻ്റെ സാധ്യതകൾ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മ്യൂസിക്കുകൾ പരിചയപ്പെടുത്തിയത്. പിന്നെ എന്തിനാണ് ബീറ്റ സ്റ്റേറ്റ്, ആൽഫ സ്റ്റേറ്റ്, തീറ്റ സ്റ്റേറ്റ്, അതേപോലെ ഡെൽറ്റ സ്റ്റേറ്റ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഡെൽറ്റ സ്റ്റേറ്റിലാണ് ഹീലിംഗ് നടക്കുന്നത്, പ്രത്യേകിച്ചും ബോഡി ഹീലിംഗ് നടക്കുന്നത് ഡെൽറ്റ സ്റ്റേറ്റിൽ. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു മൊഡ്യൂളിൽ പറയാനുള്ളത്. ബ്രെയിൻ വേവ്സ് ഒന്ന് പരിചയപ്പെടുത്തി, അതിൽ മ്യൂസിക്കിൻ്റെ സാധ്യതകൾ നമ്മൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചില ക്ലാസിക്കൽ സംഗീതങ്ങളും വളരെ ഇഫക്റ്റീവാണ് കേട്ടോ. നമ്മുടെ വളരെ പിന്നെ വരുന്ന കുറേയൊക്കെ വരുന്ന ക്ലാസിക്കൽ മ്യൂസിക്കുകളും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് ലൈറ്റായിട്ട് വരുന്ന
പിന്നെ നമ്മുടെ ലൈറ്റ് മ്യൂസിക്കുകൾ, ലളിത ഗാനങ്ങൾ, ഇതൊക്കെ പിന്നെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്ന മ്യൂസിക്കുകൾ, ഇമോഷണൽ ആവുന്ന മ്യൂസിക്കുകൾ അല്ലാത്ത മ്യൂസിക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഉപകരണ സംഗീതങ്ങൾ, ഇൻസ്ട്രുമെന്റൽ മ്യൂസിക്സ് വളരെ ഇഫക്റ്റീവാണ്. ഇങ്ങനെ നമുക്ക് ബ്രെയിൻ വേവ്സിനെ ട്രെയിൻ ചെയ്തെടുക്കാനുള്ള ഒരു വഴി ഇതാണ്. പിന്നെ ബാക്കി വഴികളൊക്കെ നമ്മൾ പറഞ്ഞു. സ്ട്രെസ് കുറയ്ക്കുക, ക്രിയേറ്റീവ് ആക്ടിവിറ്റി കൂട്ടുക, റൈറ്റ് ബ്രെയിനിന്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കുക, അത്തരം സംഗതികൾ നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ഡിസ്കഷനിലേക്ക് പോവാം, ചോദ്യങ്ങളിലേക്ക് പോകാം, കമന്റുകളിലേക്ക് പോകാം, എക്സ്പീരിയൻസുകളിലേക്ക്. സാറേ, ഈ 4 വേവ്സിലും ഒരാൾ പോയിട്ടുണ്ട് എന്നുള്ളത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരാൾക്ക് മനസ്സിലാവുന്നത് അയാളെ റിഫ്രഷിങ് ഫീലിംഗ് ആണോ? യെസ്, യാ, അത് മാത്രം തന്നെയാ? അതിലേറ്റവും പ്രധാനപ്പെട്ട സംഗതി അതാണ്. രണ്ടാമത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത്, മെന്റൽ ഹെൽത്ത്, ഇമോഷണൽ ഹെൽത്ത് ഓക്കെ ആയിരിക്കും. നന്നായി ഉറങ്ങിയെണ്ണിക്കുന്ന പിറ്റേന്നത്തെ ദിവസം ഒന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് എന്തൊരു സുഖമായിരിക്കും. നമുക്ക് പെട്ടെന്ന് ഇമോഷണൽ ആവുമൊന്നുമില്ല. ഫിസിക്കലി നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും, ഇമോഷണലി നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും, മെന്റലി നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കും. നമ്മുടെ കോൺസെൻട്രേഷൻ കൂടുതലായിരിക്കും, പഠിക്കാനുള്ള പിന്നെ നമ്മുടെ എബിലിറ്റി കൂടുതലായിരിക്കും, ഡിസിഷൻ എടുക്കാൻ എളുപ്പമായിരിക്കും. അങ്ങനെ നമ്മുടെ ബ്രെയിൻ കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് നന്നായി ഈ സ്റ്റേജസിലൂടെ പോയിട്ടില്ലെങ്കിൽ കൊഗ്നിറ്റീവ് ഫോഗ് ഉണ്ടാവും. ആ വാക്ക് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കൊഗ്നിറ്റീവ് ഫോഗ് എന്ന് പറഞ്ഞാൽ തലൻ്റെ അകത്ത് പുക എന്ന് നമുക്ക് തോന്നുന്ന അവസ്ഥ. സർ ആ. സർ, സാധാരണ സാറ് പറഞ്ഞു നമ്മൾ ഉറങ്ങി എഴുന്നേക്കുമ്പോ ആൽഫ വേവ്സിലോട്ട് പോകുന്നു പറഞ്ഞു. ആ. അപ്പൊ ഈ മക്കളൊക്കെ രാവിലെ നമ്മൾ ഈ അടിച്ചു വിളിക്കില്ലേ, പെട്ടെന്ന് വിളിക്കില്ലേ, ആ. ആ ഒരു സമയത്ത് അത് ഏത് രീതിയിലാണ് ബാധിക്കുക? പിന്നെ ആ ഒരു ടൈം ഡ്യൂറേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം നമുക്ക് കുട്ടികൾക്ക് എന്തെങ്കിലും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കയറുന്ന ഒരു സമയമല്ലേ? യെസ്, നമ്മൾ സ്നേഹത്തോടു കൂടി വിളിച്ചുണർത്തിയ ഉണർന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മതി. ഒരാഴ്ച നിങ്ങളാണ് വിളിക്കുന്നതെന്ന് വിചാരിക്കുക. ഉപ്പ ഇന്ന പേര് മോനെ വിളിക്കുന്ന സമയത്ത് മോനെ ഉഷാറായിട്ട് എണീക്കും എന്നുള്ളത് ഒരാഴ്ച നിങ്ങൾ ആ സ്നേഹത്തോട് വിളിച്ച് സജഷൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതേ ടോണ് കേൾക്കുമ്പോൾ കുട്ടി എണീക്കും. ആ സമയത്ത് നമുക്ക് സജഷൻ കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ് ഉറങ്ങി എണീറ്റ് വരുന്ന സമയത്ത്. നമ്മുടെ ഇന്നസെന്റ് പറഞ്ഞൊരു കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പിന്നെ ഇന്നസെന്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, പിന്നെ എൻ്റെ വീട്ടില് പിന്നെ ശരിക്ക് എന്തെങ്കിലും വിവരമുള്ള ആള് ഞാനാണ്, പക്ഷെ പ്രോഗ്രസ് കാർഡിലും ഒന്നുമില്ലാത്ത ആള് ഞാനാണ്, അതുകൊണ്ടാണ് ഞാൻ പാർലമെന്റിൽ വരെ എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളി പ്രോഗ്രസ് കാർഡ് അച്ഛനോട് ഒപ്പിടിക്കാറുള്ളത് അച്ഛൻ രാവിലെ കിടക്കേന്ന് നീറ്റ് വരുന്ന സമയത്ത് പ്രോഗ്രസ് കാർഡും പേനയും കയ്യിൽ കൊടുത്തിട്ട് ഇവിടെ ഒപ്പിട്ടാളി എന്ന് പറഞ്ഞാൽ അപ്പൊ ഒപ്പിട്ട് കൊടുക്കുന്ന പറഞ്ഞു. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ഒരു മീറ്റിങ്ങിന് പോയി വന്നതിന്റെ ശേഷം അച്ഛൻ പറഞ്ഞു, മേലാൽ രാവിലെ പ്രോഗ്രസ് കാർഡുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ അച്ഛനെ പിടികിട്ടി, ഞാൻ ഈ ഇതൊന്നും നോക്കാതെയാണ് ഇത് ഒപ്പിട്ട് കൊടുത്തു പോകുന്നത്. യൂട്യൂബിലുണ്ട് ആ പറഞ്ഞ കാര്യം. കാരണം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ആ സമയത്ത് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അനലറ്റിക്കൽ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യും. നമ്മൾ പറയുന്നതായിരിക്കും ചെയ്യാൻ പറ്റുന്നത്. ഉറങ്ങാൻ പോകുന്ന സമയത്തും ഉറക്കുന്ന എണീറ്റ് വരുന്ന സമയത്തും. ഞാൻ പൊതുവെ സാർ ഞാൻ പൊതുവെ ചെയ്യാറ് സാർ, അവർക്ക് ഇപ്പൊ രാത്രി അവർ ഉറങ്ങാൻ കിടക്കുമ്പോ ലാസ്റ്റ് അവരെ കിടത്തി ആ ഒരു സമയത്ത് ഞാൻ അവരടുത്ത് പോയിട്ട് അവർക്ക് പിറ്റേന്ന് അവർക്കൊരു ഉഷാറ് കിട്ടുന്ന കുറച്ച് കാര്യങ്ങൾ, അവർക്കൊരു ഡോപ്പമൈൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പലപ്പോഴും അവരോട് പറയാ. രാവിലെ ചെന്ന് വിളിക്കുമ്പോഴും അതാ പറയാ. എനിക്ക് തോന്നുന്നു കുറച്ചത് ഹെൽപ്ഫുൾ ആവുന്നുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഹെൽപ്ഫുൾ ആവും. നമുക്ക് മറ്റൊരു ഉദാഹരണം ഞാൻ പറയാം. പണ്ട് കഥ പറഞ്ഞ് ഉറക്കിയിരുന്ന മക്കള് അവർക്കത് എത്രത്തോളം ഇഫക്റ്റീവ് ആയിരുന്നു എന്നുള്ളത് നമുക്കറിയാം. ഇപ്പം എൻ്റെ റീസെൻ്റ് ഉദാഹരണം പറയുകയാണെങ്കിൽ 2 കേസുകൾ. ഒന്ന് ഈ പിന്നെ ചെറിയ ബെഡ് ബെറ്റിങ്ങിൻ്റെ ഒരു കേസ്. കഥ മാത്രം ഒരു 3 ആഴ്ച കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അത് മാറി. മറ്റൊരു കേസ് ഭയങ്കരമായിട്ട് പിന്നെ ഈ എന്താ പറയുക വാശ്യം ഇതും ഒക്കെ പിടിക്കുന്നത്. നമ്മൾ രക്ഷിതാക്കളോട് ഒരു 3 ആഴ്ച കഥ പറഞ്ഞു കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ. അതിന് നമ്മൾ പറയുന്ന ഏതാണ് മെറ്റഫേഴ്സ് എന്നാണ് അതിൽ പറയുന്നത്. മെറ്റഫേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതാണ് ശരിക്കാണ്. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോൾ നമ്മൾ പണ്ട് തട്ടിയിട്ടുള്ള ആ ഭാഗത്ത് ക്ലോക്ക് വൈസിൽ ഇങ്ങനെ കൈകൊണ്ട് തടവി കൊടുത്തിട്ട് കഥ പറഞ്ഞു കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി കുട്ടി സ്ലീപ്പിലേക്ക് പോകും. ഈ സജഷൻസ് വർക്ക് ചെയ്യും. സാർ, ഇപ്പം നേരത്തെ സുജയ് പറഞ്ഞ പോലെ മക്കളെ വിളിക്കുമ്പോൾ
ഞാനും അതിങ്ങനെ നമുക്ക് പെട്ടെന്ന് രാവിലെ എണീക്കുമ്പോൾ ദേഷ്യത്തിന് ചിലപ്പോൾ ഒന്ന് ചൂടായിട്ടൊക്കെ ആയിരിക്കും വിളിക്കുക. അപ്പോൾ പിന്നീട് എന്നോട് ഞാൻ എവിടെ എനിക്കൊന്ന് യൂട്യൂബ് അല്ലെങ്കിൽ സാറിൻ്റെ ക്ലാസ് ഏതൊരു ക്ലാസ്സിലേക്ക് കേട്ടായിരുന്നു. അവരുടെ ചെവിയുടെ അടുത്ത് പോയിട്ട് മോനെ എണീക്ക്, ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഉം. ആദ്യം ചെവിൻ്റെ അടുത്ത് പോയിട്ട് മെല്ലെ ഒരു വിസ്പർ പോലെ, എൻ്റെ Yes. മക്കളുടെ പേര് അബ്ദുല്ല എന്നാണ്, അബ്ദുല്ല മോനെ എണീക്ക്, അബ്ദുല്ല മോൻ. അത് ആദ്യം പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു കോമഡി ആയിട്ട് തോന്നിയെങ്കിലും പിന്നെ കുട്ടികൾ ഒരാഴ്ച അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർ മെല്ലെ ആ ടൈമിൽ, കാരണം അവരുടെ ഫസ്റ്റ് കാര്യം അവർ രാവിലെ എണീക്കുമ്പോൾ തന്നെ കാണുന്നത് ഉപ്പാൻ്റെ ദേഷ്യമാണ്. അതോടെ Yes. അവരുടെ ദിവസം മൊത്തം നമ്മൾ എൽഡേഴ്സ് എന്നുള്ള നിലക്ക് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഭയങ്കര ക്രുവൽറ്റിയാണ്. Yeah. അപ്പോൾ നമ്മളവരെ ചെവിയിൽ മെല്ലെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സ്റ്റാർട്ടിങ് തന്നെ അവർക്ക് സ്നേഹത്തോടുള്ള നമ്മളത് ട്രൈ ചെയ്യണമെന്ന് മാത്രം. അത് ആ. ആണുങ്ങൾക്ക് കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സ്ത്രീകൾക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ട് അവന്. പക്ഷേ പാറ്റേൺ ആവണം. ആ അതെ അതെ പാറ്റേൺ ആവണം. സമയം എടുക്കും. വളരെ നമ്മളെ രീതി അറിയില്ലേ? ആദ്യം ഓമനപ്പേര് വിളിക്കും, പിന്നെ ശരിക്കുള്ള പേര് വിളിക്കും, പിന്നെ ഒരു വിളിയുണ്ട്, അതിലായിരിക്കും കുട്ടി എണീക്കുക. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ കുട്ടിയുടെ ബ്രെയിൻ എന്ത് ചെയ്തു വെച്ചാൽ പാറ്റേൺ ആവുന്നത് ഈ വിളി കേൾക്കുമ്പോൾ എണീറ്റാൽ മതി. അപ്പൊ ആദ്യം നമ്മൾ എത്ര നന്നായി വിളിച്ചാലും എണീക്കൂല. ഈ വിളി കേൾക്കുമ്പോൾ അത് നമ്മളെ ബ്രെയിനിന്റെ പാറ്റേൺ ആയി, അപ്പൊ നമ്മൾ എണീറ്റാൽ മതി എന്നുള്ളത്. ഇതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഇതൊക്കെയും തന്നെ ഈ ഉറങ്ങാൻ പോണ സമയത്തും ഉണരുന്ന സമയത്തും വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുട്ടിയുടെ സ്ക്രിപ്റ്റ് രൂപപ്പെടുന്നത്. നമുക്ക് നേരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ ചെയ്താൽ അങ്ങനെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ നിയാസ് ഭായി പറഞ്ഞ വളരെ നമ്മൾ ചെവിൻ്റെ അടുത്ത് പോയിട്ട് വളരെ പിന്നെന്താണ് നമ്മൾ വിസ്പർ ചെയ്യുന്ന പോലെ നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൂടെ ഒരു സജഷനും കൊടുത്താൽ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് ഉണരും എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് അത് നടക്കും. ഒരു 2-3 ആഴ്ച ഈ പറഞ്ഞ പോലെ നമുക്ക് ചിലപ്പോൾ ഇത് തമാശയായിട്ട് തോന്നും, നമ്മൾ കുറച്ച് മെനക്കെടേണ്ടി വരും. പക്ഷെ ഇറ്റ് വിൽ വർക്ക്. പക്ഷെ എനിക്ക് തോന്നിയ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുട്ടികളെ വിളിക്കുമ്പോൾ തീരെ അവരെ നോക്കുന്ന പോലില്ല. നമ്മൾ ശരിക്കും അവരെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇത് കിട്ടും, സ്ലീപ്പിംഗ് ലൈക്ക് എ ബേബി എന്ന് പറയുന്ന ആ ഫ്രേസിൻ്റെ ശരിക്കുള്ള അർത്ഥം ഈ കുട്ടികൾ ഉറങ്ങുന്ന ഇങ്ങനെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ രാവിലെയൊക്കെ. അപ്പോൾ അവർ ആ നല്ല ഉറക്കത്തിൽ നിന്നായിരിക്കും നമ്മൾ പോയി അടിച്ച് വിളിക്കുന്നത്. അതോടെ അവരുടെ ഒരു എന്താ പറയുക, പെട്ടെന്നൊരു സ്നാപ്പ് ചെയ്യാണ്. അത് ഞാൻ വിചാരിക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി അത് ഭയങ്കര തെറ്റാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ അത് മെല്ലെ സ്ലോലി ഇങ്ങനെ രാവിലേക്ക് കൊണ്ടുവരാം. അതിലിപ്പോൾ 5 മിനിറ്റ് എടുക്കും, 3 മിനിറ്റ് എടുക്കും, 4 മിനിറ്റ് എടുക്കും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ പിന്നെ അവർ എണീക്കാൻ തുടങ്ങും. അത് പിന്നെ അതാണ്, അതപ്പോഴാണ് പാറ്റേൺ. നമുക്ക് ആ കുട്ടികളിൽ വളരെ വേഗത്തിൽ ന്യൂറോ സർക്യൂട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ന്യൂറൽ നെറ്റ്വർക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പക്ഷെ കുറച്ചാദ്യം മെനക്കെടണമെന്ന് മാത്രം. ഓക്കെ, അപ്പൊ നമുക്ക് ലാസ്റ്റ് മൊഡ്യൂളുമായിട്ട് അടുത്ത ആഴ്ച വീണ്ടും കാണാം. ജസ്റ്റ് ഒരു കാര്യം കൂടി ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ ചോദിക്കാൻ പറഞ്ഞതാണ്, നമ്മൾ ചില സമയത്തൊക്കെ ഉച്ചക്കൊക്കെ, ഇപ്പം സൺഡേസിലൊക്കെ ചില സമയത്ത് ഉച്ചക്കൊക്കെ നല്ല ഭക്ഷണം കഴിച്ചാൽ ചിലപ്പോൾ നല്ല ഉറക്കിലങ്ങ് ഉറങ്ങിക്കേറ്റ് നമ്മളൊരു നാപ്പിനായിരിക്കും ഉദ്ദേശിക്കുന്നത്, ഒരു 30 മിനിറ്റ്സ്. ചിലപ്പോൾ ആ ഉറക്കം ഉറങ്ങി കഴിഞ്ഞാൽ 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഒറ്റയടിക്ക് അങ്ങ് ഇതായിപ്പോവും. അത് പിന്നെ നമ്മൾ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ രാത്രി വരെ ഫുള്ള് റെസ്റ്റ്ലെസ്നെസ്സും ഇതൊക്കെ ഉണ്ടാവും. അതെന്തുകൊണ്ടാണത്? സാധാരണ നമ്മൾ പകൽ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സ്വാഭാവികമായിട്ടും രാത്രി നമുക്ക് വേഗത്തിൽ ഉറക്കം വരില്ല. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ബ്രെയിന് മനസ്സിലാക്കും ആവശ്യത്തിന് റെസ്റ്റും സ്ലീപ്പുമായി എന്നുള്ള സംഗതി വരുമ്പോൾ പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ആ സമയമാകുന്ന സമയത്ത് വേണ്ട പോലെ മെലാറ്റോണിൻ പ്രൊഡ്യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് ഉച്ചക്കുള്ള ഉറക്കം നമ്മൾ പലർക്കും വേണ്ടാന്ന് പറയാറുള്ളത്. മാക്സിമം ഒരു 30 മിനിറ്റ്സ്. ഇന്ത്യൻ കാലാവസ്ഥയിൽ അത് 45 മിനിറ്റ്സ് വരെ ആവാം. നമ്മുടെ ഒരു കാലാവസ്ഥയിൽ 45 മിനിറ്റ്സ് വരെ നമുക്ക് ഉറങ്ങുന്നത് ഓക്കെയാണ്. അതിലപ്പുറം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി ഉറക്കത്തെ ബാധിക്കും. പ്രത്യേകിച്ചും ഫുഡ് കഴിച്ച ഉടനെ ആണെങ്കിൽ ഉച്ചക്ക് പോലും ഉറങ്ങാൻ പാടില്ല, മയങ്ങാനേ പാടുള്ളൂ. കാരണം നമുക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന്റെ ഫങ്ഷനെ സഹായിക്കുന്നത് കുറയുന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. താങ്ക് യു സോ മച്ച്. ഗുഡ് താങ്ക് യു നൈറ്റ്. സർ. ഗുഡ് നൈറ്റ് സർ. ഗുഡ് നൈറ്റ്. താങ്ക് യു സർ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.